ഹലോ എവരിവൺ, മോഡേൺ വിസ്ഡം മലയാളം പോഡ്കാസ്റ്റിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡ് പോലെ തന്നെ ഭയങ്കര റിച്ച് ആൻഡ് മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ഫിലോസഫിക്കൽ കോൺവെർസേഷനിലോട്ടാണ് നമ്മൾ ഇന്നും കിടക്കാൻ പോകുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ റിയാലിറ്റിയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. യൂണിവേഴ്സിലെ പല ലോസ്, അതിനായിട്ട് നമ്മൾ അലൈൻഡായിട്ട് ജീവിക്കുന്നത് എങ്ങനെ നമ്മുടെ ലൈഫിനെ കൂടുതൽ മീനിങ് ഫുൾ ആൻഡ് ഹാപ്പിനെസ് കൊണ്ടുതരുന്നു എന്നുള്ളതിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ പോലെ യൂണിവേഴ്സിലെ മറ്റ് പല ലോസിനെ കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അനിൽ സാർ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പല യൂണിവേഴ്സൽ ലോസിനെ പറ്റിയിട്ട് ചർച്ച ചെയ്യുകയുണ്ടായി. പക്ഷേ നമ്മൾ ചർച്ച ചെയ്ത ടോപ്പിക് എന്ന് പറയുന്നത് റിയാലിറ്റിനെ കുറിച്ചാണ്. റിയാലിറ്റി എന്ന് പറയുന്നത് ഒരു പോഡ്കാസ്റ്റിൽ ഒതുക്കാൻ പറ്റിയ ഒരു കാര്യമല്ല. പല ലോസും യൂണിവേഴ്സിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ അതിലൊരു ചെറിയ കാര്യങ്ങൾ, ചെറിയ 1-2 റിയാലിറ്റീസിനെ പറ്റിയിട്ടാണ് നമ്മൾ ചർച്ച ചെയ്തത്. നമ്മൾ ഡുവാലിറ്റിയെ പറ്റി ചർച്ച ചെയ്തു. എങ്ങനെ ഒരു ഹാപ്പിനെസ് ഉണ്ടെന്ന് വെച്ചാൽ അവിടെ സാഡ്നെസ്സും ഉണ്ട്. അതുപോലെ പല നെഗറ്റീവ് ഇമോഷൻസിനൊപ്പം പോസിറ്റീവ് ഇമോഷൻസും ഉണ്ടാകും. ഇതൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് ജീവിക്കുമ്പോഴാണ് നമുക്ക് ഒരു മുഴുവനായിട്ടുള്ള ഒരു ലൈഫ് ജീവിക്കാൻ പറ്റുക. അതുപോലെ ഇംപെർമനൻസിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. എങ്ങനെ യൂണിവേഴ്സിൽ ഒന്നും പെർമനൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല, പെർമനൻ്റ് ആയിട്ടുള്ളത് മാറ്റം മാത്രമാണ്. പക്ഷേ നമ്മൾ ഈ മാറ്റമുള്ളൊരു ലോകത്ത് മാറ്റമില്ലാത്തൊരവസ്ഥ തേടിക്കൊണ്ടിരിക്കുമ്പോൾ അതെങ്ങനെ നമുക്ക് ദുഃഖം കൊണ്ടുതരുന്നു നമ്മൾ പഠിക്കുകയുണ്ടായി. പക്ഷേ അത് 1-2 ലോസ് മാത്രമായിട്ടുള്ളൂ. യൂണിവേഴ്സിൽ മറ്റ് പല യൂണിവേഴ്സൽ ലോസ് കൂടി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഐ തിങ്ക് പലർക്കും അതിനെക്കുറിച്ചിട്ട് ഒരു അവെയർ അല്ല പലരും. കാരണം പലരും ഈ റിയാലിറ്റിനെ പറ്റിയൊന്നും അറിയാതെ ജീവിക്കുന്ന ആളുകളാണ്. ഇതിനെപ്പറ്റി തേടി പോകുന്ന ആളുകളും വളരെ വിരളമാണ്. അപ്പോൾ ഐ നോ പേഴ്സണലി അനിൽ സാർ ഈ ഒരു യൂണിവേഴ്സൽ ലോയിനെ പറ്റിയിട്ട് പഠിക്കുകയും അത് ജീവിതത്തിൽ ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അനിൽ സാറിൻ്റെ ഒരു യൂട്യൂബ് ചാനൽ, ലൈഫ് ചേഞ്ചിങ് അഫർമേഷൻ എന്ന യൂട്യൂബ് ചാനലിൽ ഒരു ഫേമസ് ആയിട്ടുള്ള സീരീസ്, ഒരു പ്ലേലിസ്റ്റ് യൂണിവേഴ്സൽ ലോസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഈ ഒരു പോഡ്കാസ്റ്റ് നമ്മൾക്ക് അങ്ങനെ യൂണിവേഴ്സിലുള്ള മറ്റ് യൂണിവേഴ്സൽ ലോസിനെ കൂടി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ആക്കുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും തോന്നുന്നു. വെരി ഗുഡ് ഡിസിഷൻ. ഷാൽ വി സ്റ്റാർട്ട്? യെസ്, ഷുവർ. യൂണിവേഴ്സൽ ലോസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലോ ഏതാണെന്നറിയും? ദ ലോ ഓഫ് യൂണിവേഴ്സൽ വൺനെസ് അതാണ് ബേസ് ലോ ആയിട്ട് ഞാൻ കാണുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതാണ് ഈ യൂണിവേഴ്സൽ ലോയെ മെച്യൂരിറ്റിയുടെ അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഹൈ ലെവൽ ലോ, ലോ ലെവൽ ലോ എന്നൊക്കെ പറയാം. അതിൽ ഏറ്റവും ഹൈ ലെവലിൽ നിൽക്കുന്ന, സ്പിരിച്വലി ഹൈ ആയി നിൽക്കുന്ന ഒരു ലോ ആണ് യൂണിവേഴ്സൽ വൺനെസ്. എന്ന് വെച്ചാൽ ആ യൂണിവേഴ്സൽ ലോ മനസ്സിലാക്കിയ ഒരു വ്യക്തിക്ക് ബാക്കി ഒരു യൂണിവേഴ്സൽ ലോ മനസ്സിലായിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. അതാണ് ചില ആളുകൾ ഇപ്പോൾ ലോ ഓഫ് കോസ് ആൻഡ് എഫക്റ്റ് അത് മനസ്സിലാക്കിയ ഒരു വ്യക്തിക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും. അതായത് ഒരു കാര്യത്തിന് പിന്നിൽ ഒരു കാരണമുണ്ടെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു കാര്യം നടന്നാൽ അതിൻ്റെ പിന്നിലുള്ള കാരണം എന്തായിരിക്കും, അങ്ങനെ ഒരു കാര്യം നടന്നാൽ അതിൻ്റെ പിന്നിലുള്ള കാരണം എന്തായിരിക്കും, അങ്ങനെ ജീവിതത്തിലെ കൊച്ചു കാര്യങ്ങളിലേക്ക് കാരണം ഇങ്ങനെ അന്വേഷിച്ച് കണ്ടുപിടിക്കും. പലരും വിചാരിക്കുന്നത് കാരണം ഭയങ്കര നിഗൂഢമാണെന്നൊക്കെയാണ്. കാരണം ചിലപ്പോൾ എത്ര ഉണ്ടാവുള്ളൂ, ആ വ്യക്തിക്ക് പ്രോപ്പറായിട്ട് തിങ്ക് ചെയ്യാൻ അറിയില്ല എന്നുള്ളതായിരിക്കും കാരണം. കാരണം എന്ന് പറഞ്ഞാൽ ഒരു ഫിസിക്കൽ കാരണമാവണമെന്നില്ലല്ലോ. കാരണം ഇതും ആവാം, ഈ വ്യക്തിയുടെ അജ്ഞാനം ഒരു കാരണമാവാം. നമ്മൾ ഫിസിക്കലി അല്ലാത്ത നമ്മൾ കോസ് ചെയ്യുന്ന അല്ലാത്തുള്ള ഇൻവിസിബിൾ ആയിട്ടുള്ള കോസസും അവിടെ ഉണ്ടാവാം. തീർച്ചയായിട്ടും. ഇപ്പൊ ഞാൻ മൊയ്തീന് ഒരു ഇടി തന്നു എന്ന് വിചാരിച്ചു. അപ്പൊ മൊയ്തീൻ മറിഞ്ഞു വീണു. മൊയ്തീൻ എൻ്റെ ഇടി കൊണ്ട് മറിഞ്ഞു വീഴാൻ 2 കാരണം ഞാൻ ക്ലെയിം ചെയ്യും. ഒന്ന്, ഞാൻ വളരെ ശക്തനായതുകൊണ്ട്, ശക്തമായി ഇടിച്ചതുകൊണ്ട്. രണ്ടാമത്തത്, മൊയ്തീൻ ഒരു ഇടി താങ്ങാൻ മാത്രമുള്ള ഒരു പ്രാക്ടീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട്. കുറച്ച് കാരണം എൻ്റെ കയ്യിലാണ് കിടക്കുന്നത്, കുറച്ച് കാരണം മൊയ്തീൻ്റെ കയ്യിലാണ് കിടക്കുന്നത്. അപ്പോൾ മൊയ്തീന് വേണമെങ്കിൽ ഞാൻ ഇടി കൊണ്ടപ്പോൾ മറിഞ്ഞു വീണതിന് പിന്നിലുള്ള കാരണം എന്താണെന്ന് അന്വേഷിച്ചിട്ട് മുഴുവൻ കാരണവും എൻ്റെ തലയ്ക്കോ അല്ലെങ്കിൽ വേറെ എന്തിൻ്റെങ്കിലും തലയ്ക്കോ ഇടാം. പക്ഷെ ഒരു കാരണം മൊയ്തീന് മനസ്സിലാക്കാൻ എപ്പോഴും അത് മിസ്സിംഗ് ആയിരിക്കും. ഞാൻ വേണ്ടത്ര ഫിറ്റ് അല്ലാത്തത് കൊണ്ട് എന്നതൊരു കാരണമാണ്. ആ ഒരു ഇടി കിട്ടിയതിനെ അങ്ങോട്ട് സഹിക്കുവാനുള്ള ഒരു മസിൽ പവർ ഇല്ലാത്തതുകൊണ്ട്. അങ്ങനെ ചിന്തിക്കാമല്ലോ. സോ ഈ കോസ് ആൻഡ് എഫക്റ്റ് ലോയിൽ എപ്പോഴും ആളുകൾ എന്തോ നിഗൂഢമായ മീനിങ്സ് തിരഞ്ഞിട്ട് നടക്കും, അർത്ഥങ്ങൾ, കാരണങ്ങൾ തേടിയിട്ട് നടക്കും. അത് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കത് എടുക്കാം. ബട്ട് ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, യൂണിവേഴ്സൽ വൺനെസ് എന്ന് പറയുന്ന ലോ നമ്മളെ കംപ്ലീറ്റ്ലി പീസ്ഫുൾ ആക്കുന്ന. അതൊന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ? അതിൻ്റെ ഒരു സാങ്കേതിക രീതികളിൽ ഡിഫൈൻ ചെയ്യാൻ എനിക്ക് പൊതുവെ താല്പര്യമില്ല. അതിന് ഏറ്റവും മനസ്സിലാവുന്ന രീതിയിൽ ഡിഫൈൻ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്.
ഇപ്പം നമ്മളൊരു മരത്തിലെ ഇലകൾ തമ്മിൽ സംസാരിക്കുകയാണെന്ന് വിചാരിച്ചോ, നമ്മൾ എന്തിനാ ജീവിക്കുന്നത് എന്ന് ഈ ഇലകൾ നമ്മൾ ഡിസ്കഷൻ ചെയ്യണം. വാട്ട് ഈസ് ദ പേർപ്പസ് ഓഫ് അവർ ലൈഫ് എന്ന്. അപ്പോൾ ഇലകളുടെ ജീവിതത്തിനെ കുറിച്ചിട്ട് അവർ എത്ര എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയാലും അവർക്ക് അവരുടെ ജീവിതത്തിൻ്റെ പേർപ്പസ് കംപ്ലീറ്റ്ലി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഇലകളല്ല ജീവിക്കുന്നത്, പിന്നെ മരമാണ് ജീവിക്കുന്നത്. മരത്തിന് വേണ്ടി മരത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൻ്റെ ഒരു ഭാഗം നിറവേറ്റാൻ കുറച്ചു കാലത്തൊരു ഡ്യൂട്ടി ഏറ്റെടുത്ത സാധനം മാത്രമാണ് ഇല. അപ്പോൾ 2 ഇലകൾക്ക് ഒരു മരത്തിൽ എന്ത് റോളാണുള്ളത്? ഇതുപോലെ ഇപ്പം നമ്മളിവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ മരം എന്ന് ഉദ്ദേശിച്ചത് എന്തിനാണെന്ന് മനസ്സിലായോ? മൊത്തത്തിലുള്ള യൂണിവേഴ്സിനെയാണോ ഉദ്ദേശിച്ചത്? ഇല എന്ന് ഉദ്ദേശിച്ചത് നമ്മളെയാണ് ഉദ്ദേശിച്ചത്. അതേപോലെ തന്നെ വേറെ ഒരു രീതിയിലും കൂടെ അത് പറഞ്ഞുതരാൻ പറ്റും. പ്രപഞ്ചം എന്നത് ഒരു ശരീരമായിട്ട് കണക്കാക്കുക. പ്രപഞ്ച ശരീരമാണ് ജീവിക്കുന്നത്. പ്രപഞ്ച ശരീരത്തിലെ കോശങ്ങളായിട്ടാണ് നമ്മൾ നിലനിൽക്കുന്നത്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്തൊക്കെ ഗുണം എന്നറിയോ? ഇത് മനസ്സിലാക്കി തരാൻ ഞാൻ ആദ്യം ഒരു ഉദാഹരണം പറഞ്ഞിട്ട് തുടങ്ങാം. ഇപ്പം നമ്മുടെ ശരീരത്തിലെ 2 കോശങ്ങൾ തമ്മിൽ ഡിസ്കഷൻ ചെയ്യണമെന്ന് വിചാരിക്കട്ടെ. നമ്മൾ എന്തിനാ ജീവിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ആ കോശങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ട് ശരിക്കും ഒരു അസ്തിത്വം ഇല്ല. അവർ ഈ ശരീരത്തിലെ കോശങ്ങളാണ് രണ്ടും. അവർക്ക് വേണമെങ്കിൽ എന്ത് എക്സ്പ്ലനേഷനും ഫിലോസഫി ഉണ്ടാക്കാം. 2 കോശങ്ങളുടെ ജീവിതവും നമ്മൾ ജീവിക്കുന്നതിന് മുൻപ് എന്തായിരുന്നു, നമ്മൾ മരിച്ചതിന് ശേഷം എന്തായിരിക്കും. ഒരു ശരീരം ജീവിക്കുന്നത് 60, 70, 80 വർഷമൊക്കെ ആണെങ്കിൽ ഒരു കോശം ജീവിക്കുന്ന 1-2 ദിവസമായിരിക്കും ചിലപ്പോൾ. അപ്പം ഇതേപോലെ പ്രപഞ്ചം എന്ന ദീർഘായുസ്സുള്ളൊരു സാധനത്തിൻ്റെ ഉള്ളിൽ കുറച്ച് ആയുസ്സുള്ളൊരു സാധനങ്ങളായിട്ട് നമ്മൾ നിൽക്കുന്നു. അപ്പോൾ നമ്മൾക്ക് ഇൻഡിവിജ്വാലിറ്റി ഇല്ല എന്നാണ്? ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. ഇൻഡിവിജ്വാലിറ്റി മാത്രമല്ല ഉള്ളതെന്നാണ് ഞാൻ പറയുന്നത്. ഒരേ സമയം ഇൻഡിവിജ്വലും ആണ്, ഒരു വലിയൊരു ഒരു സിസ്റ്റത്തിന്റെ കോശവുമാണ്. നമ്മൾ പൊതുവെ ജീവിക്കുന്നത് വെച്ചാൽ നമ്മൾ ആ ഒരു അവയർനെസ് നിന്ന് ഡിസ്കണക്റ്റഡ് ആയിട്ടാണ്. നമ്മളൊരു ഇൻഡിവിജ്വലാണ്, നമ്മൾ ഇതിനൊക്കെ സെപ്പറേറ്റഡ് ആണ്. നമ്മൾക്ക് തനിയായിട്ടൊരു ജീവിതമുണ്ട്. നമ്മൾ ജനിക്കുന്നു, മരിച്ചു പോകുന്നു. പിന്നെ പല ആളുകളുടെ വിശ്വാസങ്ങളനുസരിച്ച് ചില ആളുകൾ വിശ്വസിക്കുന്നു അതോടെ കഴിഞ്ഞു എന്നുള്ളത്. ചില ആളുകൾ പിന്നെ പുനർജന്മം, വേറെ പരലോകം എന്നുള്ളത് വിശ്വസിക്കും. അങ്ങനെ നമ്മളൊരു ഡിസ്കണക്ഷൻ അവിടെയുണ്ട്. അതായത് യൂണിവേഴ്സായിട്ടൊരു കണക്ഷൻ ഇല്ല. നമ്മളൊരു ജീവിതം ഒറ്റയ്ക്ക് ജീവിച്ചു പോയി അങ്ങനെ പോകുന്നു മറ്റാളുകളെ പോലെ എന്ന രീതിയിലാണ് കരുതുന്നത്. അപ്പോൾ ഈ യൂണിവേഴ്സൽ ലോ ഓഫ് വൺനെസ് എന്ന് പറയുന്നത് നമ്മൾ ഒരേ സമയം ഒരു ഇൻഡിവിജ്വൽ ആണ്, ബട്ട് നമ്മളൊരു വലിയൊരു യൂണിവേഴ്സ് എന്നുള്ള ഒരു ഇൻഡിവിജ്വലിന്റെ ഉള്ളിലാണ്. ഒരു ചങ്ങലയുടെ ഉള്ളിലെ കണ്ണികൾ പോലെയാണ് നമ്മൾ. ഒരു കണ്ണി എന്ന് പറയുന്നത് വെറും ഒരു വട്ടത്തിലുള്ള ഒരു സാധനമാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബട്ട് ആ കണ്ണികളെല്ലാം കൂടെ കണക്ട് ആയിട്ടൊരു ചങ്ങലയായിരിക്കുമ്പോൾ അതൊരു വലിയ കാര്യത്തിന് ഉപയോഗിക്കാൻ പറ്റുന്നില്ലേ? ഇതുപോലെ യൂണിവേഴ്സിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം പറയാം. ആ യൂണിവേഴ്സൽ വൺനെസ് എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്ന കാര്യം, ഞാൻ വളരെയധികം കംഫർട്ടായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. ഇവിടെ ഒന്നും അന്യമല്ല. ഞാൻ ഈ മുഴുവൻ യൂണിവേഴ്സിൻ്റെയും ഭാഗമാണ്. യൂണിവേഴ്സ് എന്ന ആ പ്രപഞ്ച ശരീരത്തിനകത്തൊരു കോശമായിട്ട് ഞാനിരിക്കുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കരമായൊരു പ്രൊട്ടക്ഷൻ ഫീൽ ചെയ്യാറുണ്ട് അവിടെ. ഇതിനെ നമ്മൾ ഈ സ്പിരിച്വാലിറ്റിയിൽ വിരാട് പുരുഷൻ എന്നൊക്കെ പറയും, പ്രപഞ്ച പുരുഷൻ എന്നൊക്കെ പറയാം. പ്രപഞ്ച പുരുഷൻ്റെ ഒരു ഭാഗമായിട്ടിരിക്കുന്ന ഒരു കോശമായിട്ടിരിക്കുന്നു. അതേസമയം എൻ്റെ എക്സിസ്റ്റൻസ്, എൻ്റെ ആ ഒരു ഇൻഡിവിജ്വാലിറ്റി ബോധ്യമുണ്ട് തന്നെ, അത് അതിൻ്റെ വ്യാവഹാരിക തലമാണ്. ഇതൊരു വളരെ കോംപ്ലിക്കേറ്റഡ് സാധനമാണ്. ഈ യൂണിവേഴ്സൽ ലോസ് പഠിക്കാൻ പോകുമ്പോൾ ലോസിനെല്ലാം ഒരു വ്യാവഹാരിക തലവും ഒരു പാരമാർത്ഥിക തലവും ഉണ്ടാവും. വ്യാവഹാരികം എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ ലൈഫിന് ആ യൂണിവേഴ്സൽ ലോനെ പ്രാക്ടിക്കൽ ലൈഫിൽ ഉപയോഗപ്പെടുത്തുവാനുള്ള രീതികൾ. പാരമാർത്ഥിക തലം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അൾട്ടിമേറ്റ് സത്യം എന്നുള്ളതാണ്. ഇപ്പോൾ ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്നു. അതൊരു പരമാർത്ഥ തലത്തിൽ എല്ലാവർക്കും സുഖമുണ്ടാകട്ടെ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഒരാളെ എന്നെ ഒന്ന് ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കുകയാണെങ്കിലോ എല്ലാവർക്കും സുഖമുണ്ടാകട്ടെ പറഞ്ഞിട്ട് ഇരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അവിടെ വേണ്ട നടപടി എടുക്കും വേണ്ടി വരും. കാരണം എല്ലാവർക്കും സുഖം ഉണ്ടാവുക പറഞ്ഞാൽ എൻ്റെ സുഖം അതിൽ പെടുന്നുണ്ട്. അപ്പം ഞാനത് എനിക്ക് അൾട്ടിമേറ്റ്ലി എൻ്റെ സുഖമെങ്കിലും കീപ്പ് ചെയ്യൽ വളരെ ഉത്തരവാദിത്തമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ വരുമ്പോൾ നടപടികൾ എടുക്കാൻ പറ്റണം. അപ്പം നടപടികൾ വരുമ്പോൾ യൂണിവേഴ്സല്ലോ ഈ ലോക സമസ്ത സുഖിനബന്ധം ചിന്തിച്ചുകൊണ്ടിരിക്കും. അവിടെ നീതി, ന്യായം, രാജ്യത്തിന്റെ നിയമങ്ങൾ, ഇങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്, നമ്മൾ ഉണ്ടാക്കി വെച്ചതാണ്. ബട്ട് യൂണിവേഴ്സൽ ലോ എന്ന് പറയുന്നത് നമ്മുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു പീസിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ലൈഫിനെ ആസ് ഇറ്റ് ഈസ് മനസ്സിലാക്കാനും ലൈഫിനെ ആസ് ഇറ്റ് ഈസ് മനസ്സിലാക്കുമ്പോൾ ഉണ്ടാകുന്ന പീസ് എക്സ്പീരിയൻസ് ചെയ്യാനും ഇതിനു വേണ്ടിയാണ് യൂണിവേഴ്സൽ ലോ. ഐ തിങ്ക് ഇവിടെ ആ ഒരു പീസ് നഷ്ടപ്പെടുന്നത്, ലോ ഓഫ് വൺനെസിൻ്റെ കാര്യത്തിൽ നഷ്ടപ്പെടുന്നത് എന്താ വെച്ചാൽ നമ്മളിൽ നിന്നെല്ലാം ഡിസ്കണക്റ്റഡ് ആണ്, അല്ലെങ്കിൽ നമ്മളൊരു ഒറ്റപ്പെട്ട് ഇവിടെ ജീവിക്കുന്നതാണ്. നമ്മൾ പൊതുവെ പറയാറുണ്ടല്ലോ, നമ്മളൊരു ഭൂഗോളത്തിൽ ഇത്രയും വലിയ പ്രപഞ്ചത്തിൽ ഒരു ചെറിയൊരു തരിയായിട്ടുള്ള ലോകത്ത് ഒരു ചെറിയ മനുഷ്യനാണ്. നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ
നമ്മുടെ ജീവിതം എന്താണ് ശരിക്കും അർത്ഥമാക്കുന്നത്, ഒന്നും അർത്ഥമാക്കുന്നില്ല എന്നുള്ള രീതിയിൽ പലരും ആ ഒരു ഡിപ്രഷൻ സ്റ്റേജിലോട്ട് പോകാറുണ്ട്, നിഹിലിസം. അപ്പോൾ ഇങ്ങനെ അറിയുന്നത്, ഇപ്പോൾ ഒരു മരത്തിൽ ഇല ഉണ്ടാവുന്നത് അതിനൊരു പർപ്പസ് എന്തായാലും ഉണ്ട്. അതൊരു മൊത്തം മരത്തിന് ആവശ്യമായിട്ടുള്ളൊരു പാർട്ടാണ്. അതുപോലെ യൂണിവേഴ്സിൻ്റെ ഒരു ഭാഗം തന്നെയാണ് നമ്മളിതായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. അപ്പോൾ യൂണിവേഴ്സിൽ നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ അതൊരു യൂണിവേഴ്സിൻ്റെ മൊത്തത്തിലുള്ള പർപ്പസിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മളുടെ എക്സിസ്റ്റൻസ്. നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യ പോലും അല്ല, യൂണിവേഴ്സ് അത് നമ്മളെ വെച്ചിട്ടാണ് പ്ലാനറ്റ് ഇരിക്കുന്നത്. നമ്മളൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്നുണ്ട്, നമ്മളൊന്നും ജീവിച്ചാൽ മതി. നമ്മൾ ജീവിക്കുന്നത് തന്നെ യൂണിവേഴ്സിന്റെ ആവശ്യത്തിന് വേണ്ടി യൂണിവേഴ്സ് നമ്മൾ ഉണ്ടാക്കിയതാണ്. അപ്പൊ അതിനറിയാം നമ്മളെ എങ്ങനെ കൊണ്ടുപോകണ്ടെന്നുള്ളത്. ഇതിൽ വലിയ പ്രശ്നം വരുന്നത് നമ്മൾ അതിൻ്റെ ഇടയിൽ കുറെ പ്ലാൻ ചെയ്യുന്നതാണ് പ്രശ്നം ഉണ്ടാവുന്നത്. അവിടെയാണ് നമ്മൾ കുറച്ചൊക്കെ ജീവിതത്തിന് ഇങ്ങനെ വിട്ടുകൊടുക്കുക, വലിയ സീരിയസ് ആക്കാതെ എടുക്കുക. നല്ല ഭക്തന്മാരുടെ കഥകളിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടായി. അത് വളരെ ഇതിന് ഈ യൂണിവേഴ്സൽ വൺനെസ്സിന്റെ കൂടെയുള്ള മനോഭാവത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മനോഭാവ. കുന്തി ദേവിയുടെ കൃഷ്ണൻ വരം ചോദിച്ചപ്പോൾ ദുഃഖം തന്നോളാൻ പറഞ്ഞു. എന്തെങ്കിലും വരം വേണോ ചോദിച്ചപ്പോൾ അതെന്തിനാ ദുഃഖം വരമായി ചോദിച്ചതെന്ന് ചോദിച്ചപ്പോൾ, ദുഃഖം ഉണ്ടാകുമ്പോഴാണ് എനിക്ക് അങ്ങയുടെ ഓർമ്മ വന്നിട്ടുള്ളൂ. ദുഃഖിക്കുന്ന സമയത്തൊക്കെ ഞാൻ അങ്ങയെ ഓർമ്മിച്ചിട്ടുണ്ട്, അപ്പോൾ അങ്ങയെ എപ്പോഴും ഓർമ്മിക്കുവാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു. ഇതുപോലെ ഈ കുരൂരമ്മ, പൂന്താനം തുടങ്ങിയവരുടെ ഭക്തിയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് അവരുടെ ഭക്തിയിലൊക്കെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. കൃഷ്ണ, നിനക്ക് ഞാൻ ദുഃഖിക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ ഓക്കെ, ഞാൻ ദുഃഖിക്കാൻ റെഡിയാണ്. നിനക്ക് എനിക്ക് കുട്ടികൾ വേണ്ടാന്നാണ് തീരുമാനമെങ്കിൽ ഓക്കെ, കുട്ടികൾ വേണ്ട. നിനക്ക് ഞാൻ മരിച്ചോട്ടെ എന്നാണ് തീരുമാനമെങ്കിൽ ഓക്കെ, ഞാൻ മരിക്കാൻ റെഡിയാണ്. അവിടെ ഒന്നുമില്ല, പിന്നെ അവനവൻ്റേതായ ഒന്നുമില്ല, ഒരു കംപ്ലീറ്റ് സറണ്ടറാണ്. അവരവിടെ കൃഷ്ണന്റെ മുന്നിലാണ് ചെയ്യുന്നത്. അപ്പോൾ കൃഷ്ണൻ എന്ന് പറയുമ്പോൾ അതൊരു റിലീജിയസ് ആയിട്ട് ആളുകൾ, ഹിന്ദുക്കളുടെ ദൈവം എന്ന് ചിന്തിക്കും. പക്ഷെ നമുക്ക് അതിനൊരു യൂണിവേഴ്സലിലേക്ക് കണക്ട് ചെയ്യാം. യൂണിവേഴ്സൽ ആയിട്ടുള്ള അതിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവില്ല ഈ കാര്യം. അപ്പൊ യൂണിവേഴ്സലിന്റെ ഒരു വില്ലിനനുസരിച്ചൊക്കെ വഴങ്ങുന്ന ഒരവസ്ഥ. എന്നാൽ 100% എല്ലാം യൂണിവേഴ്സായി എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നതും അല്ല ഞാൻ ഈ പറയുന്നത്. നമ്മളുടെ റെസ്പോൺസിബിലിറ്റീസിനെയും അവോയ്ഡ് ചെയ്യുന്ന പോലെയാണ്. അതെ, ഒരു നമുക്ക് പേഴ്സണലി കുറെ ഡിസയേഴ്സും കാര്യങ്ങളും. ഞാൻ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ഈ ഡിസയേഴ്സും നമുക്കുണ്ടാകുന്ന തോട്ട്സ് നമുക്ക് ജീവിതത്തിന് എങ്ങനെ കൊണ്ടുപോകണമെന്ന് വിചാരിക്കുന്നതും ഈ യൂണിവേഴ്സിന്റെ പ്ലാനിൽ പെടുന്നത് തന്നെ ആയിരിക്കാം. തീർച്ചയായിട്ടും നമ്മൾ മുഴുവനായിട്ടോ യൂണിവേഴ്സിന് എന്തൊക്കെയോ എന്നെ വെച്ച് പ്ലാൻ, അപ്പോൾ ഞാനൊന്നും ചെയ്യേണ്ടത് അങ്ങനെ പോയിക്കോളൂ എന്ന് പറയുന്നത് ഒരു ട്രാപ്പ് പോലെ എനിക്ക് ഫീൽ ചെയ്യും. തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ലൈഫിൽ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ചില എക്സാമ്പിൾ പറയാം. ഈ യൂണിവേഴ്സൽ വൺനെസ് മനസ്സിലാവുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ പറയാം. എൻ്റെ അടുത്ത വീട്ടിൽ ഒരു ചെടി നിൽക്കുന്നുണ്ടായിരുന്നു, നിറയെ പൂക്കളുള്ള ഒരു ചെടി. അത് പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായ ആഗ്രഹം ഉണ്ടായി. കാരണം എനിക്ക് ചെടികളോട് പൊതുവെ വലിയ ഇഷ്ടമാണ്. അപ്പോൾ ആ ചെടിയിൽ നിന്ന് കുറച്ച് കമ്പുകൾ കൊടുന്ന് എൻ്റെ വീട്ടിൽ അതുപോലെ ഒന്നും ഉണ്ടാക്കണമെന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായി. പക്ഷേ യൂണിവേഴ്സൽ ലോ അനുസരിച്ച് ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താ വെച്ചാൽ, ആ ചെടി ഇവിടെ തന്നെ ഉണ്ടല്ലോ, അപ്പുറത്തെ വീട്ടിൽ നിൽക്കുന്നുണ്ടല്ലോ, എനിക്ക് കണ്ടാൽ പോരെ. അത് പുള്ളിയുടെ പ്ലോട്ടിലാണ് നിൽക്കുന്നത് വെച്ചിട്ട് എന്താ കുഴപ്പം? എനിക്ക് ആസ്വദിക്കുകയല്ലേ വേണ്ടുള്ളൂ. ഇവിടുന്ന് നോക്കുമ്പോഴും അത് കാണുന്നുണ്ട്. ഞാൻ എന്തിനാണ് അത് എൻ്റെ വീട്ടുമുറ്റത്ത് തന്നെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നത്? എൻ്റെ വീട്ടുമുറ്റത്ത് വളർത്തുന്നത് വേണ്ടാന്നൊന്നുമല്ല ഞാൻ ഈ പറയുന്നത്. പക്ഷെ എനിക്ക് ആ ഒരു മൊമെന്റിൽ ആ ഡിസയർ കൺട്രോളായി. അല്ലെങ്കിൽ ആ സാധനം ഒരു മഴക്കാലം വന്നാലേ തരൂ, അല്ലെങ്കിൽ എനിക്കതിങ്ങനെ എപ്പോഴും ഇങ്ങനെ ബേൺ ചെയ്തുകൊണ്ടിരിക്കും, അത് വേണമെന്ന്. അപ്പോൾ ഇതവിടെ എൻ്റെ അടുത്ത് തന്നെ ഉണ്ടല്ലോ. സിമിലർ ആയിട്ട് ഞാനൊരു ഫിലിമിലൊരു സീൻ കണ്ടു, തുള്ളാതെ മനവും തുള്ളും എന്നുള്ള ഫിലിമാണ് തോന്നണം. അതിൽ ഈ റോസാപ്പൂക്കളെ നിറയെ വളർത്തിയിട്ട്, വിജയ് നിറയെ റോസാപ്പൂക്കളെയൊക്കെ വളർത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഗണപതിക്ക് ഈ റോസാപ്പൂക്കൾ പറിച്ചു കൊണ്ടു വെക്കാൻ പുള്ളിക്ക് മനസ്സ് വരുന്നില്ല. അപ്പോൾ ഗണപതിയുടെ വിഗ്രഹം എടുത്തു കൊടുന്ന് ഈ റോസാപ്പൂ തോട്ടത്തിൻ്റെ നടുവിൽ കൊണ്ടു വെച്ചിട്ട്, ഞാനിത് പറിച്ചു തരുന്നില്ല, ഇത് മുഴുവൻ നീ തന്നെ വെച്ചോ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥന കഴിഞ്ഞിട്ട് അവിടുന്ന് എടുത്തുകൊണ്ടിട്ട് വിഗ്രഹം അങ്ങോട്ട് തന്നെ വെക്കും. ഇത് എനിക്ക് വളരെ വിചിത്രമായി തോന്നി. സാധാരണ നമ്മൾ പൂ പറിച്ച് അങ്ങോട്ട് കൊണ്ടുവയ്ക്കുക ചെയ്യുക, ഇത് പൂക്കളിലുള്ള സ്ഥലത്തേക്ക് ഗണപതിയെ കൊണ്ടുവരുന്നത്. അപ്പം നമ്മൾക്ക് വേറൊരു ഡയമെൻഷനിൽ തിങ്ക് ചെയ്യാൻ പറ്റുന്ന അർത്ഥം, ഡിസയർസ് കുറയും. അതെനിക്കും എക്സ്പീരിയൻസ് ഉണ്ട്. ഞാനിങ്ങനെ കുറേ, നമുക്ക് പല ആഗ്രഹങ്ങളുണ്ടാവും, അല്ലെങ്കിൽ പല കാര്യങ്ങളും ഓരോ സമയത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യണമെന്ന് തോന്നും. ഞാൻ ഇതേ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ, ഞാനിങ്ങനെ ഒരു പോയിന്റിൽ പല ഡിസയേഴ്സ് എൻ്റെ ഉള്ളിൽ കോൺഫ്ലിക്റ്റ് ആവാൻ തുടങ്ങി. അതായത് എനിക്കിപ്പോൾ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ വേറെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ തോന്നുന്നുണ്ട്. അതൊക്കെ എനിക്ക് ആ ഒരു തോട്ട് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, എന്നെ പോലുള്ള മറ്റുള്ള ആളുകൾ ചെയ്യുന്നത് കണ്ടിട്ടായിരിക്കാം. കുറേ ആളുകൾ അത് നേടുന്നുണ്ട്, അല്ലെങ്കിൽ പല കാര്യങ്ങളും ലൈഫിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ മൈൻഡിലൊരു തോട്ട് വന്നതെന്ന് വെച്ചാൽ, അവർ ചെയ്യുന്നുണ്ടല്ലോ, ഇപ്പം ഞാൻ തന്നെ അത് ചെയ്തിട്ട് എൻ്റെ തന്നെ അത് ആക്കേണ്ട ആവശ്യമില്ല, അവർ ചെയ്യുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ അവർക്ക് അതുണ്ട്. ഓക്കെ, ഈ ഒരു ലോ ഓഫ് വൺനെസ് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തുള്ള ഒരു പാർട്ട് എന്ന് പറയുന്നത് അതാണ്. അതായത് എൻ്റെ ഒരു ഭാഗം പോലെയുള്ള, എന്നെ പോലെ തന്നെയുള്ള ഒരു വ്യക്തിയാണ് ആ ഒരു വ്യക്തിയും. ഞാനും ആ ഒരു യൂണിവേഴ്സിൻ്റെ ഭാഗമാണ്, ആ ഒരു വ്യക്തി യൂണിവേഴ്സിൻ്റെ ഭാഗമാണ്. അപ്പം ഞാൻ എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യങ്ങൾ ആ ഒരു വ്യക്തി എക്സ്പീരിയൻസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സെയിം ഒരു കാര്യം അവിടെ നടന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും. ഇപ്പോൾ ഞാനും നീയും തമ്മിലൊരു ബഹളം ഉണ്ടാവുമെന്ന് വിചാരിച്ചോ. ഈ ബഹളത്തിൽ അവസാനത്തെ ആ ഒരു വേർഡ് ഉണ്ടല്ലോ, ബഹളം അവസാനിപ്പിക്കുന്ന ലാസ്റ്റ് സെന്റൻസ് ഉണ്ടാവും. അത് ഞാനൊന്നുമില്ല നിന്നെ വല്ലതും പറയലാവും,
അല്ലെങ്കിൽ നീ എന്തെങ്കിലും എന്നെ പറയലാവും. അപ്പോൾ എനിക്ക് ഈ യൂണിവേഴ്സൽ ലോ അറിയുന്നത് കൊണ്ട് എനിക്ക് പലപ്പോഴും തോന്നാറുള്ള ഒരു ചിന്താഗതിയാണ്, എന്തായാലും ഇത് ചിലപ്പോൾ ഈ ബഹളം അവസാനിപ്പിച്ച് പിരിയുമ്പോൾ ഒന്നുകിൽ നീ വേദനിക്കണം അല്ലെങ്കിൽ ഞാൻ വേദനിക്കണം. ഞാൻ വേദനിച്ചോളാം. കാരണം നീ വേദനിച്ചാലും ഞാൻ വേദനിച്ചാലും ഒരു ഹ്യൂമൻ ബീയിങ് വേദനിക്കുന്നുണ്ട്, അത്രയല്ലേ ഉള്ളൂ. അതിപ്പോൾ എനിക്ക് അതൊക്കെ സഹിക്കാൻ പറ്റും. ചിലപ്പോൾ അവനെ നിന്നെ വേദനിപ്പിച്ചാൽ എനിക്ക് ചിലപ്പോൾ കിടന്നുറക്കം വരില്ല. ഞാൻ തന്നെ വേദനിച്ചാൽ എനിക്ക് ഉറക്കം വരും, കാരണം നീ സമാധാനമായി ഉറങ്ങുന്നുണ്ടാവുമല്ലോ എന്ന് ചിന്തിച്ചിട്ട്. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടാണ് ആ എംപതൈസ് ചെയ്യാനുള്ള കഴിവ്? ഐ തിങ്ക് അതാണ് ഇവിടെ ഒരു മെയിൻ ഒരു പ്രാക്ടിക്കാലിറ്റി ആയിട്ട് വരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആ ഒരു കാര്യം മനസ്സിലാക്കി തുടങ്ങുമ്പോൾ, യൂണിവേഴ്സൽ വൺനെസ് മനസ്സിലാക്കി തുടങ്ങുമ്പോൾ, നമുക്കൊരു വ്യക്തിയെ ഹേർട്ട് ചെയ്യുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കാം. കാരണം എൻ്റെ ഒരു ഭാഗം തന്നെയാണ്, ഞാൻ എങ്ങനെ എൻ്റെ ഒരു ഭാഗത്തിനെ ഹേർട്ട് ചെയ്യുക, ആ ഒരു വ്യക്തിയെ ഹേർട്ട് ചെയ്യുന്നത് എന്നെ തന്നെ ഹേർട്ട് ചെയ്യുന്നത് പോലെയാണ്. അപ്പോൾ ഈ സ്നേഹം, കമ്പാഷൻ എന്ന് പറയുന്ന നമ്മൾ ഡിവൈൻ ക്വാളിറ്റീസ് ആയിട്ടൊക്കെ പറയുന്ന പല കാര്യങ്ങളും ഈ ഒരു യൂണിവേഴ്സൽ ലോന്റെ മാത്രമേ, യൂണിവേഴ്സൽ വൺനെസ് മനസ്സിലാക്കിയാൽ മാത്രമേ സ്നേഹത്തിന് ഡിവൈൻ ക്വാളിറ്റി ഉള്ളൂ. അല്ലെങ്കിൽ ഞാൻ പറയുക, സ്നേഹം മുഴുവനും ഒരു കെമിക്കൽ ആക്ഷനാണ്. അല്ലാത്ത സ്നേഹങ്ങൾ അത് ഫുൾ ഒരു ബ്രെയിൻ കെമിക്കലാണ്. ഈ ലെവലിൽ വരുമ്പോഴാണ് സ്നേഹം, നമ്മൾ ഡിവൈൻ ലവ് എന്ന് പറയുന്ന സാധനം വരുന്നത്. ഇതിന് നല്ലൊരു ക്ലാസിക് എക്സാമ്പിൾ ഉണ്ട് ഇതിനെ എംപതൈസ് ചെയ്യാൻ മനസ്സിലാക്കാൻ വേണ്ടി. ഇപ്പോൾ എൻ്റെ ഈ കൈവിരൽ എൻ്റെ കണ്ണിൽ അറിയാതെ പോയി കുത്തി എന്തോ ചെയ്യുന്നതിൻ്റെ ഇടയിൽ. അപ്പോൾ ഈ കയ്യിനോട് ഈ കണ്ണോ ഈ ശരീരമോ ഏതെങ്കിലും രീതിയിൽ പ്രതികരിക്കുന്നുണ്ടോ? ഈ കണ്ണും കയ്യും രണ്ടാണ്. കണ്ണ് വേറൊരു കംപ്ലീറ്റ് സെറ്റ് ഓഫ് ഓർഗനാണ്, ഈ വിരലെന്ന് പറയുന്നത് വേറൊരു സെറ്റ് ഓഫ് ഓർഗനാണ്. ഈ കണ്ണ് പോയിട്ട് ഞാനൊരു പ്രകോപനവും ചെയ്യാതെ എന്നെ വന്ന് ഉപദ്രവിച്ചു, വെറുതെ ഇരിക്കുന്ന എന്നെ വന്ന് ഈ കൈ ഉപദ്രവിച്ചു കൊണ്ട് കേസ് കൊടുക്കുന്നുണ്ടോ? ഇല്ല. ഈ കണ്ണിനും കയ്യിനും തമ്മിൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. ഈ കണ്ണ് ഏത് കൈ കൊണ്ടാണോ കണ്ണിൽ പോയി തട്ടിയത്, ആ കൈ തന്നെ അതിനെ ശരിയാക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ഈ ഓർഗൻസ്, കാലും കയ്യും കണ്ണും മൂക്കും നാക്കും ഒക്കെ ഡിഫറെൻറ്റ് ഓർഗൻസ് ഇതിൽ അറ്റാച്ച്ഡ് ആയിരിക്കുന്നുവെങ്കിലും ഇതെല്ലാം കൂടെ ഒരു സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ഉള്ളത് കൊണ്ട് ഇതെല്ലാം തമ്മിൽ ഇതൊന്നാണ് എന്ന ബോധത്തിൽ നിൽക്കുന്നുണ്ട്. അവയവങ്ങൾ വേറെയാണെങ്കിൽ ഇതെല്ലാം ഒരു ശരീരത്തിന്റെ ഭാഗമാണെന്ന്. എങ്ങനെയാണോ ഈ ശരീരത്തിൽ ഈ അവയവങ്ങൾ കോർഡിനേറ്റ് ആയിട്ട് പരസ്പരം ഈ അവയവങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോറലും പോറലൊക്കെ ഉണ്ടാവും, പക്ഷെ അതൊക്കെ സഹിക്കാൻ ക്ഷമിക്കാനൊക്കെ പറ്റുന്നത്, അതൊക്കെ ഇതിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കുന്നത്. ഇതുപോലെ നമ്മളെല്ലാം ഒരു യൂണിവേഴ്സൽ വിരാട് പുരുഷൻ എന്നൊക്കെ പറയുന്ന ആ പ്രപഞ്ചം എന്ന് പറയുന്ന അതിന്റെ ഓർഗൻസ് ആയിട്ടിരിക്കുമ്പോൾ നീ കണ്ണും ഞാൻ കയ്യും പോലെയാവും. അഥവാ ഞാനൊന്ന് നിന്നെ കുത്തിയാലും സാരില്ല കേട്ടോ, അബദ്ധം പറ്റിയതാണെന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ എന്താ സംഭവിച്ചാൽ നീ വേറെ എവിടെ കിടക്കുന്ന ഒരാൾ, എന്തൊക്കെ രീതിയിൽ നമുക്ക് രണ്ടാൾക്കും ഡിഫറെൻ്റ് ആയി തിങ്ക് ചെയ്യാം. നീ മുസ്ലിമാണ്, ഞാൻ ഹിന്ദു ആണെന്ന് ചിന്തിക്കാം. നീ പ്രായം കുറവാണ്, എനിക്ക് പ്രായം കൂടുതലാണെന്ന് ചിന്തിക്കാം. നീ ആ നാട്ടുകാരാണ്, ഞാൻ ഈ നാട്ടുകാരാണ് ചിന്തിക്കാം. നീ ഇംഗ്ലീഷുകാരനാണ്, ഞാൻ മലയാളിയാണ്, ഇങ്ങനെയൊക്കെ ചിന്തിക്കാം. നമുക്ക് പലതും ഡിഫറൻഷിയേറ്റ് ചെയ്യാനുണ്ടാവും. അപ്പോൾ അതായത് എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ, ലോകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, വയലൻസ്, വാർ. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന കാര്യം എന്താ വെച്ചാൽ, ഇതിൻ്റെ എല്ലാം ഒരു ഉത്ഭവം എന്നുള്ള തോട്ട്, നമുക്ക് ആ ഒരു ഇതിലോട്ടൊക്കെ നയിക്കുന്ന ഒരു ഉത്ഭവം എന്ന് പറയുന്നത് ആക്ച്വലി ഈ ഒരു ലോ അറിയാതെ ജീവിക്കുമ്പോഴാണ്. അതായത് ലോ ഓഫ് വൺനെസ് എന്ന് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇഗ്നോറൻസ് എന്ന് പറയാം, അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നതിന് പകരം അത് സെപ്പറേഷനാണ്. അതായത് എല്ലാം സെപ്പറേറ്റ് ആണ് എന്നുള്ള ഒരു രീതിയിൽ ജീവിക്കുന്നതുകൊണ്ടാണ്. ഞാനും വേറൊരു വ്യക്തിയും സെപ്പറേറ്റ് ആണെന്ന് പറയുമ്പോൾ എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു വ്യക്തിയെ എനിക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാന്നുള്ള രീതിയിൽ നമ്മൾ വേദനിപ്പിക്കാം. അതായത് ഈ റിലീജിയൻ പല ലോകത്ത് പല വാർസും കാര്യങ്ങളുണ്ട്, അത് റിലീജിയൻസിൻ്റെ ഭാഗമായിട്ടുണ്ട്. നാഷണാലിറ്റീൻ്റെ ഭാഗമായിട്ട് വാർസ് ഉണ്ട്. ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു രാജ്യം എന്നിൽ നിന്ന് സെപ്പറേറ്റഡ് ആണ്. എനിക്ക് ജീവിക്കണമെങ്കിൽ ആ ഒരു വ്യക്തി എനിക്ക് ത്രെറ്റാണ്. സെപ്പറേഷൻ ഉണ്ടാകുമ്പോഴാണ് ആ ഒരു തോട്ടിലോട്ട് മനുഷ്യൻ എത്തുന്നത്, അത് ത്രെറ്റാണ്. അപ്പോൾ എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ എനിക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു വ്യക്തി ഹേർട്ട് ചെയ്താലും കുഴപ്പമില്ല എന്നൊരു രീതിയിലോട്ട് വരും. പക്ഷെ നമ്മൾ ഈ ഒരു വൺനെസ് തിരിച്ചറിയുമ്പോൾ എന്നെ ഹേർട്ട് ചെയ്യാതെ എനിക്ക് ആ വ്യക്തിയെ ഹേർട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ആ വ്യക്തിയെ ഹേർട്ട് ചെയ്യുന്നത് എന്നെ തന്നെ ഹേർട്ട് ചെയ്യുന്നത് പോലെയാണ്. അപ്പോൾ ശരിക്കും യൂണിവേഴ്സൽ പീസിലോട്ട് അല്ലെങ്കിൽ ഒരു ഐഡിയൽ നമ്മൾ വേൾഡ് എന്നൊക്കെ പറയാം, എല്ലാവരും ഒരു സമാധാനത്തോടെ അല്ലെങ്കിൽ ആ ഒരു സൗഹൃദത്തോടെ സ്നേഹത്തോടെ ജീവിക്കുന്ന ആ ഒരു ഐഡിയൽ ആയിട്ട് നമുക്കിപ്പോൾ പറയാൻ പറ്റും. നമുക്ക് റിയലിസ്റ്റിക്കലി ഇപ്പോൾ പോസിബിൾ ആണെന്ന് അറിയില്ല. പക്ഷെ ആ ഒരു രീതിയിലോട്ട് മനുഷ്യന്മാർ അല്ലെങ്കിൽ നമ്മുടെ സിവിലൈസേഷൻ എത്തുന്നത് ഈ ഒരു ലോവിൻ്റെ ഒരു ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ്ങിലും അത് ലൈഫിലോട്ട് അപ്ലൈ ചെയ്യുന്ന ആ ഒരു സ്റ്റേറ്റിൽ നിന്നായിരിക്കും. തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു പോസിബിലിറ്റി എത്രയാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞില്ലേ, എനിക്ക് കൺഫേം ചെയ്ത് തരാൻ പറ്റും. അതായത് എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ വേദനിപ്പിക്കുന്നത് എനിക്ക് എന്നെ വേദനിപ്പിക്കുന്ന പോലെ തന്നെയാണ്. അപ്പോൾ ഞാൻ പരമാവധി ഞാൻ വേദനിച്ചോളാം എന്ന് ചിന്തിക്കുന്ന ആളാണ്. ഇതെല്ലാവർക്കും പറ്റണം എന്നില്ല. ഇതിന് അത്യാവശ്യം പവർ ഓഫ് മൈൻഡ് വേണം.
മെൻ്റൽ പവർ ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ. മൊയ്തീനും ഈ കാര്യം ഇതുപോലെയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾ തന്നെയാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. സോ നമുക്ക് ഇത് പറ്റുന്നുണ്ടെങ്കിൽ ഇത് പറ്റും, ഒരുപാട് പേർക്ക് പറ്റും. ഇത് ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ഇതൊരു ട്യൂണിങ് ഉണ്ട്. നിന്നെ ബുദ്ധിമുട്ടിച്ചാൽ എൻ്റെ കാര്യം ഓക്കെ. ഇപ്പം എനിക്കൊരു ഹർട്ട് നീ തന്നുവെങ്കിൽ ഞാൻ തിരിച്ചു നിനക്കൊരു ഹർട്ടും കൂടെ തന്നു കഴിഞ്ഞാൽ ഇത് ന്യൂട്രലായി എന്ന എവിടെ നിന്നോ പഠിച്ചു വെച്ചൊരു മണ്ടത്തരം ഇത് നമ്മൾ ഫോളോ ചെയ്യുകയാണ്. ആക്ച്വലി യൂണിവേഴ്സിൽ 2 ഹർട്ട് നടക്കുന്നു. നീ എന്നെ ഹർട്ട് ചെയ്തു, ഞാൻ നിന്നെ ഹർട്ട് ചെയ്തു. അപ്പോൾ യൂണിവേഴ്സിൽ 2 ഹർട്ട് നടന്നു. നീ എന്നെ ഹർട്ട് ചെയ്തു, സാരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ യൂണിവേഴ്സിൽ ഒരു ഹർട്ടേ നടന്നിട്ടുള്ളൂ. അപ്പോൾ ഇത് പക്ഷെ ഒരു വലിയ മനസ്സിന് മാത്രമേ പറ്റുള്ളൂ, ഒരു സില്ലി മൈൻഡ് കൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതിലുപരി പല നമ്മൾ കോൺഷ്യസ്നെസ്സിനെ പറ്റി ഓരോ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്സിലാണെന്ന് പറയും. പക്ഷെ ഒരു മനുഷ്യന്മാരുടെ ഒരു ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ മനുഷ്യന് 2 ലെവൽ ഓഫ് രീതിയുണ്ട്. ഒന്ന് ഒരു അനിമലിസ്റ്റിക് ആയിട്ട് മാത്രം ജീവിക്കുന്നത്. അനിമലിസ്റ്റിക് ആയിട്ട് ജീവിക്കുമ്പോഴാണ് നമ്മൾ സർവൈവലിന് ഒരുപാട് കൊടുക്കുക. അപ്പോൾ അനിമൽസിൻ്റെ നേച്ചർ നമുക്കറിയാമല്ലോ, അത് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരു അനിമലിനെ അറ്റാക്ക് ചെയ്യാനും അല്ലെങ്കിൽ അതിനെ ഒരു ഭക്ഷണമാക്കാനും അത് തയ്യാറാക്കില്ല. ഒരു മനുഷ്യന്മാരുടെ ഒരു ലെവൽ ഓഫ് ഒരു വലിയൊരു സെറ്റ് ഓഫ് സിവിലൈസേഷനിൽ ആളുകൾ ജീവിക്കുന്നത് ആ ഒരു കോൺഷ്യസ്നെസ്സിലാണ്, അനിമൽ കോൺഷ്യസ്നെസ്സിലാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ ഒരു വ്യക്തിക്ക് മനസ്സിലാവാൻ സാധിക്കുമോ ഈ ഒരു ലോവിനെ പറ്റി? ഇപ്പം മൊയ്തീൻ്റെ ജീവിതം തന്നെ എക്സാമ്പിൾ എടുത്തോ. മൊയ്തീൻ്റെ ലൈഫിനെ ഒരു പ്രത്യേക രീതിയിലേക്ക് ട്യൂൺ ചെയ്ത് കൊണ്ടുവരുമ്പോൾ മൊയ്തീൻ നാച്ചുറലി ആ ടൈപ്പ് അനിമൽ നേച്ചറിൽ ജീവിക്കുന്ന ആളുകളുമായിട്ട് കണക്ട് ചെയ്യപ്പെടാത്തൊരു വ്യക്തിയായി മാറിക്കൊണ്ടിരിക്കുന്നില്ലേ? നാച്ചുറലി മൊയ്തീന് വേറെ എന്തുകൊണ്ടാണ് ഞാനും മൊയ്തീനും തമ്മിൽ കണക്ട് ആയേ? നമ്മളുമായിട്ട് കണക്ട് ആകാൻ പറ്റുന്ന ആളുകളിലേക്ക് എത്തുന്നുണ്ട്. ബട്ട് രണ്ടും കൂടെ ചെയ്യാൻ പാടില്ല. എന്താ വെച്ചാൽ എനിക്ക് ആ രീതിയിലുള്ളൊരു അവയർനെസ് ലെവൽ ഇമ്പ്രൂവ് ചെയ്യും വേണം, എന്നാൽ ബാക്കി എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളവരൊക്കെ എനിക്ക് വേണേനോ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. നാച്ചുറലി കൊഴിഞ്ഞു പോകാനൊക്കെ വിടണം. നമ്മളിങ്ങനെ ഇവോൾവ് ആകുമ്പോൾ നമുക്ക് പറ്റിയ അന്തരീക്ഷത്തോട് കൂടിയിട്ടുള്ള ഒരു സമൂഹത്തിലേക്ക് നമ്മളിങ്ങനെ എത്തും. ഓട്ടോമാറ്റിക്കലി ഇതിങ്ങനെ 2ആയി മാറും. അതുകൊണ്ടാണ് മുമ്പത്തെ കഥകളിലൊക്കെ ഒരു ലോകത്തിൽ മുഴുവൻ അസുരന്മാർ ജീവിക്കുന്നതായിട്ടും മറ്റൊരു ലോകത്തിൽ മുഴുവനും ദേവന്മാർ ജീവിക്കുന്നതായിട്ടൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? സത്യം പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതാണ്, അവർ കംപ്ലീറ്റ് അങ്ങനെ ധ്രുവീകരിക്കപ്പെടും, ഇവർ കംപ്ലീറ്റ് ഇങ്ങനെ ധ്രുവീകരിക്കപ്പെടും. അപ്പൊ അറ്റ്ലീസ്റ്റ് ആ ഒരു പോർഷനെങ്കിലും ഒരു നല്ല കൾച്ചർ അവിടെ ഡെവലപ്പ് ആവും. അപ്പൊ പിന്നെ അത് മാച്ച് ചെയ്ത് നോക്കാൻ എളുപ്പമായിരിക്കില്ല അവർക്ക്, ഇവരെന്തുകൊണ്ട് സമാധാനത്തോടെ ജീവിക്കുന്നു എന്നുള്ളത്. അപ്പൊ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ഒറ്റ കാര്യമുണ്ട്, നമ്മൾ യൂണിവേഴ്സൽ ലോസ് പ്രാക്ടീസ് ചെയ്ത് ജീവിക്കാൻ നമ്മൾ വളരെ പവർഫുൾ മൈൻഡ് ഉള്ള ആളായിരിക്കും. ഒരു ദുർബല മനസ്സുകൊണ്ട് ഇതുണ്ടാവില്ല. ജ്ഞാനം ഒരു ശക്തന്റെ ആയുധമാണ്. നമ്മൾ ബയോളജിക്കൽ എവല്യൂഷൻ മനുഷ്യനായി മാറി എന്നൊക്കെ നമ്മൾ പറയും, പക്ഷേ സൈക്കോളജിക്കലി ഇപ്പോഴും ഇങ്ങനെ ഇവോൾവ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിയാണ്. പൂർണ്ണമായിട്ടും മനുഷ്യനായിട്ടൊന്നുമില്ല, ഇപ്പോഴും കുരങ്ങനൊക്കെ തന്നെയാണ് പകുതി. അപ്പോൾ ആ രീതിയിലൊക്കെ നിൽക്കുന്നുണ്ട്. എനിവേ നമ്മൾ ഈ ലോകത്തിലുള്ള ബാക്കിയുള്ളവരുടെ കാര്യം കൂടെ ചിന്തിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാവരും അങ്ങനെ അല്ലാത്തത് കൊണ്ട് ഞാൻ മാത്രം അങ്ങനെ ആയാൽ എനിക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ പിന്നെ അവരുടെ ഇടയിൽ ജീവിക്കുമ്പോൾ എന്ന് ചിന്തിക്കാൻ പാടില്ല. നമ്മുടെ കാര്യം മാത്രമേ നമ്മൾ നോക്കാൻ പാടുള്ളൂ. ഈ എവല്യൂഷൻ്റെ കാര്യത്തിൽ ഞാൻ അതിനെപ്പോഴും ഒരു ഉദാഹരണം പറയാറുണ്ട്. കൊറോണ വന്ന സമയത്ത് എല്ലാവർക്കും നാട്ടിൽ മുഴുവൻ കൊറോണ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്കും കൊറോണ വരും എന്ന് ഭയം വരാൻ തുടങ്ങി. അപ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കുമോ എല്ലാവർക്കും കൊറോണ അല്ലേ, അപ്പോൾ പിന്നെ ഇപ്പം എനിക്കും വന്നാലെന്താ അങ്ങനെ ചിന്തിക്കുമോ? ഇല്ല, നമ്മളുടെ കാര്യം നോക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കുക. എനിക്ക് വരരുത്, അതിന് ഞാനിത് ചെയ്യുന്നല്ലേ നമ്മൾ നോക്കുക. ഇതുപോലെ എല്ലാവരും അങ്ങനെ ജീവിക്കുമ്പോൾ ഞാൻ മാത്രം ഇങ്ങനെ ജീവിക്കുന്നു ചിന്തിക്കരുത്. നമ്മളുടെ പ്രിവെൻഷൻ മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതുപോലെ ഇനി ഇതിലൊരു പോയിന്റിൽ വേറൊരു കാര്യം വന്നു, ഈ മറ്റൊരാളെ വേദനിപ്പിച്ചുകൊണ്ട് എനിക്ക് വേദനിക്കാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളത്. ആ ഒരു പോയിന്റ് മൊയ്തീൻ പറഞ്ഞില്ലേ, ഞാൻ ശരിക്കും വേറൊരാളെ വേദനിപ്പിക്കുമ്പോൾ ഞാനും വേദനിക്കുന്നുണ്ട്. അതാണ് യൂണിവേഴ്സൽ വൺനെസ് എന്ന് പറയുന്ന സാധനം. ഈ കയ്യിനെ ഞാൻ വെട്ടി മുറിവേൽപ്പിച്ചിട്ട് അല്ലെങ്കിൽ ഈ കൈ അറുത്ത് കളഞ്ഞിട്ട് ഈ കൈയിനോട് ദേഷ്യം വന്നെന്ന് വിചാരിച്ചോ, ഈ കൈയിനെ അറുത്ത് കളഞ്ഞാൽ ചോര വാർന്നു പോയി അവസാനം ഈ കൈയും മരിക്കും. ഇതിന്റെ ബ്ലഡാണ് അങ്ങോട്ടും പോകുന്നത്. ഇതേപോലെയാണ് നമ്മൾ. നിന്നെ വേദനിപ്പിച്ചിട്ട് എനിക്ക് സന്തോഷത്തോടെ ഇരിക്കാനൊന്നും പറ്റില്ല. അവിടെയാണ് കോസ് ആൻഡ് ഇഫക്റ്റ് ലോ. അത് വളരെയധികം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പോയിന്റ്. കോസ് ആൻഡ് ഇഫക്റ്റ് ലോ എന്താ വെച്ചാൽ ഇതിനെയൊക്കെ ഞാനിങ്ങനെ ഫിസിക്കലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാട്ടോ. ഇതിന് സൂക്ഷ്മമായ വശങ്ങളുണ്ട്. ഞാൻ മൊയ്തീനെ വഴക്ക് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടിട്ടോ തല്ലിയിട്ടോ വേദനിപ്പിച്ചു എന്നിരിക്കട്ടെ, കോസ് ആൻഡ് ഇഫക്റ്റ് ലോ അനുസരിച്ച് മൊയ്തീനെ അങ്ങനെ ഞാൻ ചെയ്യാൻ ഒരു കോസുണ്ട്. മൊയ്തീനെ ഞാൻ അങ്ങനെ ചെയ്തതിന് ഒരു എഫക്റ്റ് ഉണ്ട്. അത് ഇറ്റ്സെൽഫ് ഒരു കോസായി മാറിയിട്ടുണ്ട്, ഞാൻ മൊയ്തീനെ അങ്ങനെ ചെയ്തത്. അപ്പോൾ ഞാൻ ചെയ്തത് ഒരു കോസ് കാരണമാണ്,
ബട്ട് ഞാൻ ചെയ്ത പ്രവൃത്തി ചെയ്യുമ്പോൾ ഒരു ഇഫക്റ്റ് ആയിരുന്നു, ബട്ട് അത് ചെയ്ത് കഴിയുമ്പോഴേക്കും അതൊരു കോസായി മാറിയിട്ടുണ്ട് പുതിയ എഫക്റ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ചോദ്യം വരും അവിടെ, നമ്മൾ ഈ കർമ്മഫലം പോലെയൊക്കെ ചിന്തിക്കും. അപ്പോൾ ഞാൻ മൊയ്തീനെ വേദനിപ്പിച്ചതിന് എനിക്ക് കർമ്മഫലം തിരിച്ചു വരുമോ എന്തെങ്കിലും ആരിലൂടെയെങ്കിലും അല്ല, അപ്പം തന്നെ തിരിച്ചു വന്നിട്ടുണ്ടാവും. ഞാൻ മൊയ്തീനെ വഴക്ക് പറഞ്ഞ് വേദനിപ്പിച്ചിട്ട് മൊയ്തീൻ പണങ്ങി പോവുകയും ചെയ്തിട്ട് ഞാനിവിടെ എന്തൊരു സന്തോഷം എന്ന് പറഞ്ഞിരിക്കുമോ? ഞാൻ ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. എനിക്ക് നിന്നെ വേദനിപ്പിച്ചിട്ട് ഒരിക്കലും ഇവിടെ സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റില്ല. ഞാൻ നിന്നെയാണ് വേദനിപ്പിച്ചതെങ്കിലും ഞാനും വേദനിക്കും. ഒരിക്കലും മറ്റൊരാളെ വേദനിപ്പിച്ചിട്ട് ഒരു മനുഷ്യൻ ഹാപ്പി ആയിട്ടിരിക്കുന്നത് നമ്മൾ കാണില്ല. പിന്നെ അത്രയും വലിയ മൃഗമായിരിക്കണം മനുഷ്യൻ. ദാറ്റ് ഈസ് കോസ് ആൻഡ് എഫക്റ്റ്. അതിനി വേറെ കർമ്മഫലമൊന്നും വരാനില്ല. ആ മൊമെന്റിൽ തന്നെ ആ വ്യക്തി വേദനിക്കുന്നു. നമ്മൾക്കറിയാം, നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്യാന്ന് വെച്ചാൽ നമ്മളുടെ ഉള്ളിൽ ഒരു കോൺഷ്യസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇത് നമ്മളെ വെറുതെ വിടില്ല. ആക്ച്വലി നമുക്കൊരു കാര്യം സിമ്പിളായിട്ട് അതുകൊണ്ട് ഗെറ്റ് ഓവർ ചെയ്ത് പോകാൻ സാധിക്കില്ല. നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കള്ളത്തരം ചെയ്യുക, അല്ലെങ്കിൽ ക്രൂരമായിട്ട് എന്തെങ്കിലും പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോൾ നമ്മളുടെ ഉള്ളിൽ നിന്ന് തന്നെ ഇത് നമ്മളിങ്ങനെ കാർന്ന് തിന്നുന്നുണ്ടാവും. നമ്മളുടെ ഉള്ളിൽ നിന്ന് നമുക്ക് അത് വെച്ചിട്ട് സമാധാനത്തോടെയോ, അല്ലെങ്കിൽ നമ്മൾ പറയുമല്ലോ ഇപ്പോൾ കട്ടവന് ഉറങ്ങാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു ഇത് പറയുന്ന പോലെ അവിടെ നിന്ന് തന്നെ നമുക്ക് ആ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ലോ ഓഫ് കർമ്മ അതിൽ അപ്ലൈ ആവുന്നത് ഇവിടെയാണോ? എന്താണ് ലോ ഓഫ് കർമ്മ? പലരും കൺഫ്യൂസ്ഡ് ആവുന്ന ഏരിയയാണ്. വാട്ട് ഈസ് ലോ ഓഫ് കർമ്മ? കർമ്മ എന്താണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം കർമ്മയുടെ ഡെഫിനിഷൻ മനസ്സിലാക്കണം. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയെ നോക്കിയിട്ട് കർമ്മ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. കാരണം മനുഷ്യന് അകത്തൊന്ന് വെച്ച് പുറത്ത് മറ്റൊന്ന് ചെയ്യാൻ കഴിവുള്ള ജീവിയാണ്. കർമ്മ എന്ന് പറഞ്ഞു വെച്ചാൽ ആക്ഷൻ ആണെന്ന് അറിയാം. ആക്ഷൻ അല്ല, അതാണ് മനസ്സിലാക്കുന്നത്. ഇന്റൻഷനാണ് കർമ്മ. ഒരു വ്യക്തി ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്താണ്, ചെയ്യാൻ ഉദ്ദേശിച്ചല്ല, ചെയ്യുന്നതിന്റെ പിന്നിൽ ഉദ്ദേശിച്ചത് എന്താണ്, അതാണ് കർമ്മ. ഇന്റൻഷൻ ബിഹൈൻഡ് ആക്ഷൻ. അതിന് നമുക്ക് കർമ്മ എന്ന് പറയാം. നമ്മൾ ഈ സ്പിരിച്വൽ ടേംസിൽ വരുന്ന പല സാധനങ്ങൾക്കും നമ്മൾ പൊതുവെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കർമ്മം ചെയ്യുക അങ്ങനെ പറയുന്ന പോലെ അല്ല അത്. അതിന് ഡെപ്ത് മീനിങ് ഉണ്ട്. ഇപ്പൊ ലോകം എന്ന വാക്കിന് നമ്മളെല്ലാവരും ലോകം എന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്ലോബാ മൈൻഡിൽ വരിക. കഴിഞ്ഞ തവണ മറ്റേ ഞാൻ പറഞ്ഞു, ലോകം എന്ന് പറഞ്ഞാൽ അനുഭവതലം എന്നാണ് അർത്ഥം, എക്സ്പീരിയൻഷ്യൽ. അതുകൊണ്ട് നിനക്കും എനിക്കും വേറെ വേറെ ലോകങ്ങളാണ് ഉള്ളത്. നമുക്ക് കോമൺ ഭൂമിയുണ്ട്, പക്ഷേ കോമൺ ലോകമില്ല. നമ്മൾ ഡിഫറെന്റ് എക്സ്പീരിയൻസിലാണ് ജീവിക്കുന്നത്. അതെ, അതുപോലെയാണ് കർമ്മ. കർമ്മ എന്ന് പറഞ്ഞാൽ ഇന്റൻഷനാണ്. ഒരു വ്യക്തി, ഞാനതിനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ റോഡിലൂടെ ഒരു പെൺകുട്ടിയുടെ ഉദാഹരണം പറയാം. റോഡിലൂടെ ഒരു പെൺകുട്ടി പോകുന്നു. മൊയ്തീനെ പെൺകുട്ടിയെ ഹെൽപ്പ് ചെയ്യണം, എന്തോ ഒരു ഹെൽപ്പ് ആവശ്യമുണ്ട് തോന്നുന്നു. ഹെൽപ്പ് ചെയ്യാൻ എന്തൊക്കെ കാരണം ഉണ്ടാവാം മൊയ്തീന്? പല ഇന്റൻഷൻസ് ആയിട്ട് പുറമേ വരാം. ഒരു പ്യൂർ ആയിട്ടുള്ള ഇന്റൻഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു ഇമ്പൾസീവ് ആയിട്ടുള്ള ഇന്റൻഷൻ ഉണ്ടാവാം, ഒരു അട്രാക്ഷന്റെ ബേസിലുള്ള ഇന്റൻഷൻ ഉണ്ടാവാം. അപ്പൊ മൊയ്തീൻ ആ പെൺകുട്ടിയെ ഹെൽപ്പ് ചെയ്യുന്നത് കാണുന്ന ഞാൻ മൊയ്തീൻ ഒരു നല്ല പ്രവൃത്തി ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ നല്ല പ്രവൃത്തി തന്നെ ആണെന്നും എല്ലാം ഉറപ്പുണ്ടോ? മൊയ്തീന് മാത്രമേ അറിയുള്ളൂ എന്താ ഉദ്ദേശിച്ചത് എന്നുള്ളത്. സോ പ്രവൃത്തി നോക്കിയിട്ട് നമുക്കൊരിക്കലും കർമ്മ ഡെഫിനിഷൻ ചെയ്യാൻ പറ്റില്ല. നമ്മളൊരു വയറ് കുത്തി കീറുന്നത് ഒരു ഡോക്ടർ ചെയ്യുമ്പോൾ അത് നല്ല പ്രവൃത്തിയാണ്, ഒരു കള്ളം ചെയ്യുമ്പോൾ അത് മോശം പ്രവൃത്തിയാണ്. അതാണ് നമുക്ക് അത് പറയുമ്പോൾ എനിക്ക് ഫീൽ ആകുന്നത് എന്താ വെച്ചാൽ, നമ്മൾ ലൈഫിൽ പല ആക്ഷൻസും എടുക്കുന്നുണ്ട്. ഇതേ ആക്ഷൻസ് വേറൊരാളും എടുക്കാം, പക്ഷേ രണ്ടുപേരുടെ ഇൻറ്റൻഷൻസ് ബാക്കിൽ സെയിം ആയിരിക്കണം എന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് വ്യത്യാസം വരില്ല അവിടെ ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ. തീർച്ചയായിട്ടും. കാരണം കർമ്മന്റെ റിട്ടേൺസ് എന്താ? കർമ്മയുടെ റിട്ടേൺസ് യൂണിവേഴ്സ് നല്ല വരിക, അത് ഉള്ളിലാ വരിക. ഉള്ളിൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ മൊയ്തീനെ എൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ച് മൊയ്തീന് ശരിക്കും നല്ല സന്തോഷം തോന്നുന്ന തരത്തിലുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ ഒക്കെ മൊയ്തീന് പ്രൊവൈഡ് ചെയ്യുന്നു. ബട്ട് ഞാൻ ഇതിൻ്റെ പിന്നിൽ ഉദ്ദേശം വെച്ചിരിക്കുന്ന മൊയ്തീന് ഹാപ്പിനെസ് പ്രൊവൈഡ് ചെയ്യലല്ല, എന്തിലോ ട്രാപ്പ് ചെയ്യലാണെന്ന് വിചാരിച്ചോ. ഓക്കെ, അതിൻ്റെ പിന്നിൽ ഞാനൊരു ദുരുദ്ദേശം വെച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചോ. ഈ ദുരുദ്ദേശം വെച്ചിട്ടാണ് മൊയ്തീൻ ഇത് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ എൻ്റെ കർമ്മ പുറമേ കാണുമ്പോൾ എങ്ങനെയുണ്ട്? നല്ല കർമ്മയല്ലേ? പക്ഷെ എൻ്റെ ഉദ്ദേശം റോങ് ആയതുകൊണ്ട് കർമ്മ ആക്ച്വലി റോങ് കർമ്മമാണ്. അപ്പോൾ എനിക്ക് ആ റോങ് കർമ്മയ്ക്ക് റോങ് ആയിട്ടുള്ള ഒരു ഫലം ഉണ്ടാകണ്ടേ? അതുണ്ടാകുന്നുണ്ടാവും ഉള്ളിൽ. നമ്മളിപ്പോൾ ചർച്ച ചെയ്ത പോലെ തന്നെ നമ്മൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാവുന്നുണ്ടാവും. അതിനി ഉണ്ടാവാനൊന്നുമില്ല. ഞാൻ മൊയ്തീനെ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന അനുനിമിഷം എൻ്റെ ഉള്ളിൽ ഒരു കോൺഫ്ലിക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അത് എൻ്റെ ഈ പുറമേയുള്ള അഭിനയവും എൻ്റെ മനസാക്ഷിയും തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നുണ്ട് അവിടെ.
ഞാൻ ചെയ്യുന്നത് ഈ കാണിക്കുന്നതല്ല ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളത്. ഈ കോൺഫ്ലിക്റ്റ് ഞാൻ മൊയ്തീനോടും മൊയ്തീനെ പോലെ 10-20 ആളുകളോടും കണ്ടിന്യൂ ആയി ചെയ്തുകൊണ്ടിരിക്കുക. എന്തോ ഒരു ചീറ്റിങ്ങിന് വേണ്ടി ഈ പുറമെ നല്ലത് കാണിക്കുന്നുണ്ട്. ഗ്രാജുവലി എൻ്റെ മനസാക്ഷിയും എൻ്റെ ഈ ബ്രെയിൻ ലെവലിൽ കിടക്കുന്ന ഏരിയയും തമ്മിൽ ഒരു ഭയങ്കരമായ ദൂരം വരും. ഇത് രണ്ടും രണ്ടായി മാറും. രണ്ടിനും തമ്മിൽ ഒരു ബന്ധമില്ലാതെയാവും. ഉള്ളിലൊന്ന് പുറത്ത് മറ്റൊന്ന്. ഇത് അമിതമായി വർദ്ധിച്ചു വന്നാൽ മനുഷ്യൻ എന്ന ക്വാളിറ്റി നഷ്ടപ്പെടും. എൻ്റെ എനിക്ക് വട്ടാവും സത്യം പറഞ്ഞ. ഐ തിങ്ക് അതൊരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള അനിൽ ഭായ് പറയുന്നത് ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് ആണ് അപ്പം ഉണ്ടാവുന്നത്. ബട്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മൾ കുറച്ച് ലോങ് ടേമിൽ എടുക്കുകയാണെങ്കിലും അത് ആ ഒരു കർമ്മ അവിടെ പ്ലേ ചെയ്യുന്നില്ല. അതായത് തീർച്ചയായും ഉണ്ട്. അതിൻ്റെ എഫക്റ്റ് ആയിട്ട് ഞാൻ ആ ഒരു തരത്തിലുള്ള വ്യക്തിയായിട്ട് ഇങ്ങനെയുള്ള ആക്ഷൻസ് ചെയ്യുന്നത് എൻ്റെ ലൈഫിനെ ലീഡ് ചെയ്യുന്ന ഒരു ഡയറക്ഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി കൂടുതൽ പ്രോബ്ലമാറ്റിക് ആയിരിക്കും. ഇപ്പോൾ ഞാനൊരു ദുരിതദ്വേഷത്തോടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എൻ്റെ ആക്ഷൻസിനോട് അപ്പം എനിക്കൊരു ഇത് കിട്ടിയില്ലെങ്കിലും ഞാനൊരു റോങ് പാത്തിലൂടെ ലൈഫിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് എനിക്ക് പലയിടത്തുനിന്നും അടികൾ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. തീർച്ചയായിട്ടും. കാരണം എന്താ വെച്ചാൽ നമ്മളിങ്ങനെ പലനാൾ കള്ളൻ ഒരു നാൾ പറയുന്ന പോലെ ഒരു ഘട്ടത്തിൽ അശ്രദ്ധ വരും. അതാണ് ഒരു കള്ളൻ ആദ്യത്തെ തവണ മോഷ്ടിക്കാൻ കയറുമ്പോൾ ഉണ്ടാവുന്ന ശ്രദ്ധയൊന്നും സ്ഥിരം മോഷ്ടാവുമ്പോൾ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അവിടെ പിടിക്കപ്പെടുന്നത് ആദ്യത്തെ തവണയ്ക്ക് ഭയങ്കര ശ്രദ്ധയായിരിക്കും. പിന്നെ അത് യൂസ്ഡ് ടു ആവുമ്പോൾ വേണ്ട ജാഗ്രതകൾ പാലിക്കാൻ പറ്റാതെ എവിടെയെങ്കിലും എന്തെങ്കിലും സംഭവിക്കും. അതുപോലെ തന്നെ അതായത് നമ്മൾ ആ ഒരു റൂട്ട് സഞ്ചരിക്കുമ്പോൾ ആ റൂട്ടിന് സ്പെസിഫിക് ആയിട്ടുള്ള കുറേ നേച്ചർ ഉണ്ടാവുമല്ലോ. അതായത് ഒരു കള്ളനായി തുടരുമ്പോൾ ആ കള്ളൻ അട്രാക്ട് ചെയ്യുന്നത് കൂടുതൽ പോലീസുകാരായിരിക്കും, അല്ലെങ്കിൽ പണിഷ്മെന്റ് ജയിലായിരിക്കും. അപ്പോൾ ആ ഒരു റൂട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈ ചെയ്ത പ്രവൃത്തിക്ക് ഒരു തിരിച്ചടി എന്നുള്ള രീതിയിലുള്ള ഒരു പാത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു റൂട്ടിൽ നമ്മൾ ലോ ഓഫ് കോസ് ആൻഡ് എഫക്റ്റ് പറഞ്ഞ പോലെ ആ ഒരു കോസിന് എഫക്റ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഇവിടെ നമ്മൾ ആ റൂട്ടിൽ ഇങ്ങനെ ഇട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അതെ. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ 2 തരത്തിലുള്ള എഫക്റ്റിനെയും നമ്മൾ പരിഗണിക്കണം. നമ്മളെപ്പോഴും ഞാൻ നിന്നോട് എന്തെങ്കിലും ഒരു ഉപദ്രവം ചെയ്തു, എനിക്ക് തിരിച്ചൊരു ഉപദ്രവം വരുന്നതെന്ന് ചിന്തിക്കരുത്. അത് ഉണ്ടാകാം, അത് നമുക്ക് ഗസ് ചെയ്യാൻ പറ്റില്ല, നാച്ചുറലി അത് സംഭവിക്കുന്നത് തന്നെയാണ്. ബട്ട് വേറൊരു കാര്യമുണ്ട്, മെൻ്റലി എൻ്റെ ഉള്ളിൽ അതിനുള്ള ഫലം വരുന്നുണ്ട് എന്നുള്ളത്. അത് അപ്പം തന്നെ നമുക്ക് ഫീൽ ചെയ്യാം ഇമ്മീഡിയറ്റ് ആയിട്ട്. ഞാൻ ഇത് മനസ്സിലാക്കി തരാൻ എങ്ങനെ പറഞ്ഞുതരാൻ പറ്റുമെന്നറിയാം. ഹെൽമെറ്റ് ഇടാതെ ഡ്രൈവ് ചെയ്യുക, ബൈക്ക് ഓടിക്കുക. ഹെൽമെറ്റ് ഇടാതെ ബൈക്ക് ഓടിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഫിസിക്കലി ആ ചെയ്യുന്ന മിസ്റ്റേക്കിന് ഒരു റിസൾട്ട് ഉണ്ടാവും. എപ്പോഴുണ്ടാവുക? അപകടം പറ്റിയാൽ റിസൾട്ട് ഉണ്ടാവും. ഹെൽമെറ്റ് ഇടാതിരുന്നതിൻ്റെ പ്രശ്നം എന്താണെന്നുള്ളത് ആ വ്യക്തി മനസ്സിലാവും. ചിലപ്പോൾ മനസ്സിലാവാൻ ആ വ്യക്തി ഉണ്ടാവില്ല, ബട്ട് അതിൻ്റെ യഥാർത്ഥ റിസൾട്ട്. ബട്ട് ഹെൽമെറ്റ് ഇടാതെ ഒരു വ്യക്തി വണ്ടി ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വ്യക്തി അസ്വസ്ഥനായിരിക്കാറുണ്ട്, ഇങ്ങനെ നോക്കാറുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും, പോലീസ് ഉണ്ടോ, ക്യാമറ ഉണ്ടോ എന്നുള്ളത്. ഹെൽമെറ്റ് ഇട്ടാൽ ഈ വ്യക്തിക്ക് ഈ ടെൻഷൻ ഉണ്ടോ? ഇല്ല. അപ്പം മെൻ്റൽ ലെവലിൽ സ്വസ്ഥത എന്നൊരു സാധനം ഫീൽ ചെയ്യണമെങ്കിൽ അതിൽ ഹെൽമെറ്റ് ഇട്ടിരിക്കണം. അപ്പം മനസ്സിലാവുന്നുണ്ട് ഈ 2 തരം റിസൾട്ടുകൾ. ഹെൽമെറ്റ് ഇടാതെ വണ്ടി ഓടിച്ചാൽ 2 റിസൾട്ട് ഉണ്ട്. ഒന്ന് അപകടം അതിൻ്റെ യഥാർത്ഥ പറ്റുന്നത്, മറ്റൊന്ന് അതിൻ്റെ മെൻ്റൽ ഇഫക്റ്റ്. കാരണം റൂള് ലംഘിച്ച് പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ സ്ട്രെസ് അതുണ്ടാവും. അപ്പോൾ ഇത് രണ്ടിനെയും നമ്മൾ പരിഗണിക്കണം. അറ്റ്ലീസ്റ്റ് ചിലപ്പോൾ നമ്മൾ അത്രയും സേഫ് ഡ്രൈവിംഗ് ആയിരിക്കും, നമ്മൾക്കൊന്നും പറ്റില്ല എന്നൊക്കെ ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും. ബട്ട് ഒരു കാര്യങ്ങളും ചിന്തിക്കുക, ടെൻഷൻ അടിക്കാതെ വണ്ടി ഓടിക്കുക. പോലീസുണ്ടോ ചിന്തിക്കേണ്ട, ക്യാമറ ഉണ്ടോ ചിന്തിക്കേണ്ട, മനസ്സ് ഫ്രീ ആയിരിക്കാം. അതൊരു വലിയ കാര്യമല്ലേ? അതാണ് ഞാൻ ചോദിക്കുന്നത്. മൈൻഡിനെ ഒന്ന് ഫ്രീ ആക്കി വെക്കാൻ പറ്റാൻ ഒരു ഹെൽമെറ്റ് ഇടൽ കൊണ്ട് പറ്റുമെങ്കിൽ എന്തുകൊണ്ട് ഹെൽമെറ്റ് ഇട്ടുകൂടാന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ ആ ഒരു മെൻ്റലായിട്ട് അനുഭവിക്കുന്ന അവസ്ഥകളെ പോലും നമ്മൾ സില്ലിയായിട്ട് എടുക്കരുത്. മനുഷ്യൻ അതിൻ്റെ ഫിസിക്കലായ റിസൾട്ടുകളെ മാത്രമാണ് സീരിയസ് ആയി എടുക്കുന്നത്. ബട്ട് മെൻ്റൽ ലെവലിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ടൊരു സാധനം എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരുന്നാൽ അതിനൊരു ഫിസിക്കൽ മാനിഫെസ്റ്റേഷൻ വരും പിന്നീട്. അത് നിൻ്റെ ഒരു സ്ട്രെസ്സായി മാറും ചിലപ്പോൾ ഭാവിയിൽ. വേറൊരു ലെവൽ. അതാണ് പറയുന്നത്, മാനസിക തലത്തിൽ നടക്കുന്ന റിയാക്ഷൻസിനെ നമ്മൾ ചെറുതായിട്ട് കാണരുത്. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻ്റ് എന്നാണ് ഞാൻ പറയുക. കാരണം മനുഷ്യനെന്ന് പറഞ്ഞാലേ മനസ്സാണ്. അപ്പോൾ മനസ്സ്, എൻ്റെ ശരീരത്തിനൊരു മുറിവേറ്റ് കഴിഞ്ഞാൽ ഉള്ള പോലെയാണോ മനസ്സിനൊരു മുറിവേൽക്കുന്നത്? അപ്പോൾ ഫിസിക്കലായൊരു റിസൾട്ടിന് വേണ്ടി നമ്മൾ അതിനെ തന്നെ കാത്തിരിക്കൊന്നും വേണ്ട. മെൻ്റലി അവിടെ പ്രശ്നമുണ്ട്. ദുഷ്ടകർമ്മം ചെയ്യുമ്പോൾ ഉള്ളിൽ എന്തോ ഒരു സംഭവം ഉണ്ടാവുന്നുണ്ട്. അത് ചെയ്യുന്നവർക്ക് തന്നെ അറിയാലോ, ചെയ്യുമ്പോൾ തന്നെ ഉണ്ടാവും. അത് എക്സ്പീരിയൻസ് ചെയ്യാതിരിക്കണമെങ്കിൽ ഇത് മൊയ്തീനെ തീക്കനൽ വാരി എറിയണമെന്ന് വിചാരിച്ചു എനിക്ക്. അപ്പോൾ തീക്കനൽ വാരി മൊയ്തീനെ ഞാൻ എറിഞ്ഞു.
അപ്പോൾ മൊയ്തീൻ്റെ മേലെ ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് ആ തീക്കനൽ തട്ടിത്തെറിച്ചു പോയി. എൻ്റെ കയ്യിലോ 4-5 സെക്കൻഡ് അത് പിടിച്ചിരുന്നത്. ആർക്കാ കൂടുതൽ പൊള്ളിയിട്ടുണ്ടാവുക? താങ്കൾക്ക്. ഇത് തന്നെയാണ് ഈ കർമ്മത്തിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. മൊയ്തീനെ പൊള്ളിക്കലാണ് എൻ്റെ ഉദ്ദേശമെങ്കിലും എൻ്റെ കൈയും പൊള്ളുന്നുണ്ട്. ഞാൻ വേറൊരു ഉദാഹരണം പറയാറുണ്ട്. നീ എന്നെ ചാണകം വാരി എറിഞ്ഞു മുഖത്തേക്ക് എന്ന് വിചാരിക്കുക. അപ്പൊ എനിക്ക് തിരിച്ചും ചാണകം വാരി എറിയണമെന്ന് അപ്പോഴല്ലേ പ്രതികാരം തീരുള്ളൂ. അതിനു വേണ്ടിയിട്ട് എനിക്കൊരാഗ്രഹം ഉണ്ടായി. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ വേഗം ചാണകം തരയാൻ നിൽക്കുകയാണ്. അപ്പോഴേക്കും നീ ഓടി രക്ഷപ്പെട്ടു. അപ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ ചിന്തിക്കുകയാണ്, ഇനി എവിടെന്നെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഒരു 2 ഏറ് ചാണകം കൊണ്ട് തിരിച്ച് മുഖത്തേക്ക് എറിഞ്ഞിട്ടേ ഉള്ളൂ, എന്നിട്ടേ എനിക്കിനി വിശ്രമമുള്ളൂ എന്നൊക്കെ ഞാൻ ചിന്തിക്കുകയാണ്. അപ്പോൾ എനിക്കൊരു ചിന്ത വന്നു, ഇനി അഥവാ നിന്നെ എവിടെന്നെങ്കിലും കാണുമ്പോൾ ചാണകം ഇല്ലെങ്കിലോ അവിടെ എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ 2-3 ചാണകം ഒക്കെ വാരി പെറുക്കിയിട്ട് കവറിലാക്കിയിട്ട് ഞാൻ പോക്കറ്റിലിട്ടിട്ട് നടക്കുകയാണ്. ഇങ്ങനെ 6 മാസം വരെ നിന്നെ കണ്ടില്ല. ഞാൻ എന്നും ഈ ചാണകം അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അത് ഉണങ്ങിപ്പോവും, അപ്പോൾ പുതിയ ചാണകം വാരി നിറയ്ക്കണം. ഇതിങ്ങനെ കൊണ്ടു നടക്കുന്നുണ്ട് ഞാൻ. കാരണം എന്താ, എന്തെങ്കിലും നിന്നെ കണ്ട ഫ്രഷ് ചാണകം വേണം അറിയാൻ. അപ്പോൾ ഒരു ദിവസം നിന്നെ കണ്ടു, ഞാൻ അന്ന് ചാണകം മുഖത്തേക്ക് എറിയുകയും ചെയ്ത് എനിക്ക് സംതൃപ്തിയായി. ആക്ച്വലി ഇവിടെ ആരാ കൂടുതൽ നാറിയത്? ചിന്തിച്ചു നോക്കൂ അല്ലേ. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോ എന്താ? യൂണിവേഴ്സൽ ലോ. മറ്റൊരു ലോ ഓഫ് അബണ്ടൻസ് ആണ്. അബണ്ടൻസ് വളരെയധികം തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ധനികനാകാനുള്ള എന്തെങ്കിലും റൂളാണോ എന്നൊക്കെ വിചാരിക്കും. അതല്ല ലോ ഓഫ് അബണ്ടൻസ്. ലോ ഓഫ് അബണ്ടൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ധനികരാണ് എന്നുള്ളതാണ്. റിയാലിറ്റിയിൽ നമ്മളെല്ലാവരും ധനികരാണ്. നമ്മളുടെ ധനികത എന്താണെന്ന് നമുക്ക് അറിയുന്നില്ല എന്നുള്ളതാണ്. നമ്മളെല്ലാം നമ്മളുടെ കയ്യിലുള്ളതിൻ്റെ ഒക്കെ ഒന്ന് വില എടുത്ത് നോക്കുക, അതിന് ക്യാഷ് ആക്കിയിട്ട് കണക്കാക്കി നോക്കുക. അപ്പം തന്നെ അറിയാൻ പറ്റും. ഏതോ ഒരു ഡോക്ടറോ മറ്റോ ഈ ഹ്യൂമൻ ബോഡിയുടെ വില നിശ്ചയിച്ചിട്ടുണ്ട്. കേട്ടിട്ടുണ്ടോ അതിനെക്കുറിച്ച്? അത് ഈ കണ്ണ് ഇതൊക്കെ ഈ ട്രാൻസ്പ്ലാന്റേഷനൊക്കെ സംഭവിക്കുമ്പോൾ ചിലവ് വരുന്നുണ്ടല്ലോ. ഈ ചിലവുകളൊക്കെ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് ഓരോരോ അവയവങ്ങളുടെയും കാര്യങ്ങളൊക്കെ എടുത്ത് ഒരു ടോട്ടൽ ഒരു മനുഷ്യ ശരീരത്തിന് 32 കോടിയോ മറ്റോ ആണ് പുള്ളി വില പറഞ്ഞിട്ടുള്ളത്. ഒരു മനുഷ്യ ശരീരം 32 കോടിയുടെ അവയവങ്ങളുള്ള സാധനമാണെന്ന്. 32 കോടി ഏറ്റി പിടിച്ചിട്ടാണ് നമ്മളെ നടക്കുന്നത്. പണമായിട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ പോലും നമ്മൾ അബണ്ടൻസ് ഉള്ളവരാണ്. അപ്പോൾ ഒരു കിഡ്നി തകരാറിലായിരിക്കുന്ന ആൾക്കാണ് അറിയുക കിഡ്നിയുടെ വില എന്താ. കാരണം എന്താ, മാസം ഇത് ഡയാലിസിസിന് പൈസ പോകുന്നുണ്ടാവും. ഓരോ കാര്യങ്ങൾ ഇല്ലാതെ ആവുന്ന ആൾക്കാണ് അതിൻ്റെ വാല്യൂ അറിയുന്നത്. അപ്പം ഇതൊക്കെ ഉള്ള നമ്മൾ ഉള്ളതിൻ്റെ വിലയറിയാത്ത നന്ദിയില്ലാത്ത മനുഷ്യരാണ് സത്യം പറഞ്ഞാൽ. ഇതാ നമ്മൾ മനസ്സിലാക്കണം. നമ്മളുടെ ബോഡി ആയാലും നമ്മുടെ ചുറ്റുള്ള കാര്യങ്ങളായാലും എല്ലാം ഓക്സിജൻ, ഒരു കുറ്റി ഓക്സിജന്റെ വില കണക്കാക്കി എത്ര കുറ്റി ഓക്സിജൻ ശ്വസിച്ചു കഴിഞ്ഞു ചിന്തിച്ചു നോക്കി. എത്ര ബോട്ടിൽ വാട്ടറുകൾ കുടിച്ചു കഴിഞ്ഞു, എത്ര കുളിക്കാൻ ഉപയോഗിച്ചു, എന്തിനൊക്കെ നമ്മൾ വെള്ളം ഉപയോഗിച്ചു. നമ്മൾക്ക് ഈ പ്രകൃതി ഫ്രീ ആയിട്ട് തന്നുകൊണ്ടിരിക്കുന്ന സാധനം, ഫ്രീ എന്ന് പറഞ്ഞാൽ വിലയില്ലാത്തത് എന്നല്ല അർത്ഥം. വില മതിക്കാനാവാത്തത് എന്നാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. വിലയില്ലാത്തതെന്നല്ല. നമുക്ക് ഓക്സിജൻ ഫ്രീ കിട്ടുന്നു എന്ന് വെച്ചാൽ വിലയില്ല എന്നല്ല അർത്ഥം. അതിന് വിലയിടാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മളൊക്കെ കുടുങ്ങും. ഇവിടെ ശ്വസിക്കണമെങ്കിൽ പേ ചെയ്യേണ്ട അവസ്ഥ വന്നോക്കട്ടെ, അപ്പം അറിയാം. നമ്മളെപ്പോഴും ഇവിടെ വരുന്ന ഇതിൻ്റെ ഒരു ഇഗ്നോറൻസ് എന്ന് പറയുന്നത്, നമ്മൾ ജീവിക്കുന്നത് ഒരു സ്കാർസിറ്റി മൈൻഡ് സെറ്റിലാണ്. ഒന്നുമില്ല, നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നമുക്ക് എന്താ ഇല്ലാത്തതെന്നല്ലേ. നമ്മളെപ്പോഴും എന്താ ഇല്ലാത്തത് അത് തേടിപ്പോവുക. അപ്പോൾ നമ്മൾ എപ്പോഴും നമുക്ക് ഡിസാറ്റിസ്ഫാക്ഷനാണ്. എനിക്കിതില്ല നമ്മളെപ്പോഴും പറയുന്ന കംപ്ലയിൻറ്റ്സ് ആണ്. എനിക്ക് പൈസ ഇല്ല, അല്ലെങ്കിൽ എനിക്ക് ആ ഒരു തരത്തിലുള്ള വീടില്ല, കാറില്ല, ജോബില്ല. ഇങ്ങനെ ഇല്ലായ്മയിലാണ് നമ്മളുടെ കോൺഷ്യസ്നെസ് എപ്പോഴും ഫിൽഡായിരിക്കുന്നത്. നമുക്ക് എപ്പോഴും എന്തോ മിസ്സിങ് ആണെന്നുള്ളൊരു ഇതിലായിരിക്കും. അങ്ങനെ ജീവിക്കുന്നവർ നമുക്ക് കൂടുതൽ ഡിസാറ്റിസ്ഫാക്ഷൻ ആണ് ഉള്ളത്. തീർച്ചയായിട്ടും നമ്മൾ ഉള്ളതിനെക്കുറിച്ച് ചിന്തിച്ച് കഴിഞ്ഞാൽ ഡിസ്റ്റർബൻസ് കുറയും. ഞാനൊരിക്കൽ കോയമ്പത്തൂർ മറ്റോ പോവായിരുന്നു. അപ്പോൾ ഒരു ട്രാഫിക് ജാമിൽ പെട്ടുപോയി. അപ്പോൾ ആ വെയിലത്ത് നല്ല ട്രാഫിക് ജാമാണ്, AC ഇട്ട് കാറിനകത്ത് ഇങ്ങനെ കുറേ നേരമായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെ കൂടെ പോകുന്നു. സുഹൃത്തിൻ്റെ മോളുണ്ട്. മോള് അച്ഛനോട് പറയാൻ തുടങ്ങി, ഇത് എന്ത് റോഡാണത്, ഏത് റൂട്ടാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത്, ഇങ്ങനെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ നിൽക്കാനാണോ നമ്മൾ വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കി. അപ്പോൾ വളരെ നല്ലൊരു ഡയലോഗ് എൻ്റെ സുഹൃത്ത് പറഞ്ഞേ. റോട്ടിലൊരു കുട്ടി ബലൂണോ പോലെ എന്തോ സാധനം ഈ നിർത്തിയിട്ടിരിക്കുന്ന കാറുകൾ വിൽക്കാൻ നടക്കുകയാണ്. ഒരു കുട്ടി 10-15 വയസ്സുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ അങ്ങോട്ട് ചൂണ്ടിയിട്ട് പറയുകയാണേ, നമുക്ക് ബ്ലോക്കിൽ പെട്ട് നിൽക്കാൻ ഒരു കാറുണ്ട്, അവർക്ക് കാറേ ഇല്ല. അത് ചിന്തിച്ച് നോക്കണം. പുള്ളി പറഞ്ഞ ഡയലോഗാണ്.
നമ്മൾക്ക് അറ്റ്ലീസ്റ്റ് ബ്ലോക്കിൽ പെടുന്നത് എന്തുകൊണ്ടാണ്? നമുക്കൊരു കാർ ഉള്ളതുകൊണ്ടാണ്. കാറേ ഇല്ലാത്ത ആ പയ്യൻ നോക്കാം, ആ വെയിലത്ത് വലിയ കുഴപ്പമൊന്നുമില്ലാതെ നടക്കുന്നു. ഒരു കാറിനകത്ത് AC-ക്കകത്ത് നമ്മൾ ഇരുന്നിട്ട് ടെൻഷനാവുന്നു. ആ കുട്ടി അവിടെ എൻജോയ് ചെയ്തിട്ട് ബലൂൺ വിറ്റുകൊണ്ടിരിക്കുന്നു. ഇവിടെ കാറുണ്ട്, AC ഉണ്ട്, ഇല്ലാത്തത് ഫ്ലോ ആണ്, എന്ന് വെച്ചാൽ ബ്ലോക്കാണ്. അവിടെ റോഡിൽ സ്ഥലമില്ല പോകാൻ. അപ്പോൾ നമുക്കിതൊക്കെ ഉണ്ടായിട്ടും ഇല്ലാത്തൊരു സാധനം ഉണ്ട് അവിടെ. എന്താണ്? റോഡിൽ സ്ഥലമില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ങനെയാണ്, ഇല്ലായ്മയുടെ ഒരു ലിസ്റ്റ് നമ്മുടെ മുന്നിൽ ഡോമിനേറ്റ് ആയിരിക്കും. ഇതിനൊരു പ്രാക്ടീസ് ഉണ്ട്. നമ്മളുടെ ഉള്ളതിൻ്റെ ലിസ്റ്റൊക്കെ ഓർമ്മിക്കുക, അതിനാണ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ്. ഈ അബൻഡൻസിൻ്റെ മെയിനായിട്ടുള്ള, ഈ ലോയിൽ വരുന്നൊരു മെയിനായിട്ടുള്ള സാധനമാണത്. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇല്ലാത്തൊക്കെ ഉണ്ടാവും, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പഠിപ്പിക്കാറുണ്ട് ചിലർ. അതൊരു ഇല്ലായ്മയുടെ ചിന്തയല്ല, അതായത് ഇല്ലാത്തതുകൊണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് കിട്ടാനൊന്നും പോകേണ്ട ആവശ്യമില്ല. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നത് ഉള്ളതൊക്കെ അപ്പോഴാണ് നമ്മൾ ഓർമ്മിക്കുക. അപ്പോൾ എനിക്ക് ആരോഗ്യമുള്ളൊരു ഹൃദയമുണ്ട്, എൻ്റെ ഹൃദയത്തിനോട് ഞാൻ നന്ദി പറയുന്നു. എനിക്ക് കാഴ്ചശക്തിയുള്ള കണ്ണുണ്ട്, എൻ്റെ കണ്ണിനോട് ഞാൻ നന്ദി പറയുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ ഉണ്ട്, എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഓർമ്മിച്ചെടുക്കുകയും ആ ഉള്ളതിനോടൊക്കെ ഒന്ന് നന്ദി പറയുകയും ചെയ്യുമ്പോൾ നമ്മളുടെ ഉള്ളതിൻ്റെ ലിസ്റ്റ് നമുക്ക് ഓർമ്മയിൽ വരും. നാച്ചുറലി നമുക്ക് ഉള്ളതിൻ്റെ ലിസ്റ്റ് നമ്മൾ അവഗണിക്കപ്പെട്ട് ഇരിക്കുകയാണ്. ഇല്ലാത്തതിൻ്റെ ലിസ്റ്റ് എപ്പോഴും മൈൻഡിൽ ഇങ്ങനെ കിടന്ന് കളിക്കുന്നുണ്ടാവും. ഇത് അസ്വസ്ഥത ഉണ്ടാക്കും. ഇത് നമ്മളുടെ ഇത് എല്ലാവരും കോമൺ ആയിട്ട് കാണുന്ന ഒരു ചിന്താഗതിയാണ്. ഇത് നമ്മുടെ ഹ്യൂമൻ നേച്ചറിന്റെ ഭാഗമാണ്, ഇങ്ങനെ ചിന്തിക്കുന്നത്. സ്വാഭാവികമായിട്ട് നമുക്ക് ഇല്ലാത്തതും കൂടെ ഉണ്ടാക്കിയെടുക്കുവാനുള്ളൊരു നാച്ചുറൽ ടെൻഡൻസി ഉണ്ട്. അത് നമ്മൾ പ്രോഗ്രസീവ് ആവാൻ വേണ്ടിയിട്ടാണ് ശരിക്കും. ഓക്കെ, അതിൻ്റെ ഒപ്പം തന്നെ നിലവിലുള്ള അവസ്ഥയെ ആസ്വദിക്കുവാനുള്ള ഒരു കഴിവും കൂടെ വേണം. നിലവിലുള്ള അവസ്ഥയെ ആസ്വദിക്കുവാൻ കഴിയാതെ നമ്മൾ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് കടക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അടുത്ത സ്റ്റെപ്പിൽ എത്തുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക എന്നറിയോ? വീണ്ടും ഇത് തന്നെ നമ്മൾ വേറൊരു സ്റ്റെപ്പിലേക്ക് പരിശ്രമിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ഓരോ സ്റ്റെപ്പിലും ആ സ്റ്റെപ്പ് ആസ്വദിക്കില്ല, അപ്പോഴും നമ്മൾ അടുത്തൊരു സ്റ്റെപ്പിനെ ആസ്വദിച്ചുകൊണ്ടിരിക്കും. വി ആർ പോസ്റ്റ്പോണിങ് അവർ ഹാപ്പിനെസ് ഫോർ എവർ. നമ്മൾ അങ്ങനെ തന്നെ അതിനെ നീട്ടിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ ട്രൂലി ഈ മൊമെന്റിൽ ഹാപ്പി ആവാതെ. പക്ഷേ ഈ ഒരു മൊമെന്റ് എടുക്കുക എന്ന് വെച്ചാൽ നമുക്ക് ഹാപ്പി ആവാനുള്ള ഒരുപാട് റീസൺസ് ഉണ്ട്. പക്ഷെ നമുക്ക് എപ്പോഴും നാളെ ഹാപ്പി ആവാനുള്ള ഒരു കാര്യം കിടക്കുന്നുണ്ടാവും, അതും കൂടെ കിട്ടിയിട്ട് ഹാപ്പി ആവാൻ ഒരു തരത്തിൽ നമ്മൾക്കത് ആവശ്യമാണ്. അങ്ങനെ ചിന്തിക്കേണ്ടത് നമ്മളുടെ ഒരു ഗ്രോത്തിനും എക്സ്പാൻഷനും ഹ്യൂമാനിറ്റി എവോൾവ് ആയതും ആ ഒരു ചിന്താഗതി കൊണ്ട് തന്നെയാണ്. അതോടൊപ്പം ഈ പ്രസന്റിൽ ഹാപ്പി ആവേണ്ട ടെക്നിക്സ് അല്ലെങ്കിൽ ആ ഒരു റിയാലിറ്റിയെ കൂടി നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. അവിടെയാണ് ഈ ഒരു ലോ ഓഫ് അബണ്ടൻസ് വരുന്നുണ്ട്. തീർച്ചയായിട്ടും ആ പ്രസന്റ് മൊമെന്റിൽ എനിക്ക് ഉള്ളതിനെ കുറിച്ചിട്ടുള്ള അവബോധത്തിന്റെ പേരാണ് അബണ്ടൻസ് ലോ എന്ന് പറയുന്നത്. അതൊരു റിയാലിറ്റി ആയിട്ട് അവിടെ ഉണ്ട് നമ്മൾ, പക്ഷെ അത് ഇഗ്നോറൻ്റ് ആണ്. ആ ഒരു റിയാലിറ്റിയിൽ നമ്മളുടെ മൈൻഡ് ഈ രീതിയിലാണ് നമ്മുടെ മൈൻഡിൻ്റെ ഒരു നേച്ചർ, അതായത് ഒന്നും ഇല്ലായ്മയിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളത്. പക്ഷെ എന്നിരുന്നാലും ഇൻ റിയാലിറ്റി ദർ ഈസ് അബണ്ടൻസ്. കുറേ കാര്യങ്ങൾ നമുക്കുണ്ട്. അത് തിരിച്ചറിയുന്നത് നമ്മൾക്ക് ഈ പ്രസന്റിൽ നമ്മളെ ഹാപ്പി ആവാൻ സഹായിക്കും. ഒരു ഗുരുവിൻ്റെ അടുത്തൊരു ശിഷ്യൻ പോയിട്ട്, ഞാൻ വളരെ ദാരിദ്ര്യത്തിലാണ്, എനിക്കൊന്നുമില്ല, എന്തെങ്കിലും തന്ന് സഹായിക്കുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഗുരു പറഞ്ഞു, നിനക്ക് കൈ പ്രവർത്തിക്കുന്നുണ്ടോ ചോദിച്ചു. ഉണ്ട് പറഞ്ഞു. കാല് പ്രവർത്തിക്കുന്നുണ്ടോ ചോദിച്ചു. ഉണ്ട് പറഞ്ഞു. കണ്ണ് കാഴ്ചയുണ്ടോ? ഉണ്ട്. കാതിൽ കേൾവിയുണ്ടോ? തലച്ചോറ് പ്രവർത്തിക്കുന്നുണ്ടോ? നീ സമ്പന്നനാണോ? ഇത് ചെലവാക്കിയാൽ നിനക്ക് കിട്ടുന്ന പേപ്പറിൻ്റെ പേരാണ് പൈസ. നിൻ്റെ കയ്യിൽ ഇത്രയും സ്വത്താണ്, ഇതൊക്കെയാണ് നിൻ്റെ സ്വത്ത്. ഇതിനെ കൊണ്ടുപോയിട്ട് പ്രോപ്പർ ചാനലിൽ യൂസ് ചെയ്യുമ്പോൾ നിനക്ക് തരുന്നതാണ് ഈ പൈസ എന്ന് പറയുന്ന സാധനം. അപ്പം നീ ശരിക്കും സമ്പന്നനാണ്. ഇതൊന്നും ഉപയോഗിക്കാതെ ഞാൻ പൈസ തരുമോ? പോയി പണിയെടുക്കാൻ പറഞ്ഞു. അപ്പോൾ സമ്പന്നത എന്ന് പറഞ്ഞാൽ എന്താ? ഈ പണമല്ല ശരിക്കും സമ്പന്നത. നമ്മളുടെ കയ്യിലുള്ള സ്കില്ലുകൾ, നമ്മുടെ അവയവങ്ങളൊക്കെ നമ്മുടെ സമ്പത്താണ്. അതിനെ ക്യാഷാക്കി മാറ്റാൻ പറ്റും. ഇനി അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിനെ ക്യാഷാക്കി മാറ്റാൻ പറ്റും. അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഒരു മാനസികാവസ്ഥ വേണമെന്ന് മാത്രം നമുക്ക് അത്രേ ആവശ്യമുള്ളൂ. അതാണ് അബണ്ടൻസ് എന്ന് പറയുന്നത്. അല്ലാതെ അബണ്ടൻസ് എന്ന് പറഞ്ഞാൽ പണം ഉണ്ടാക്കാനുള്ള വിദ്യയല്ല. നമ്മൾ ശരിക്കും കണക്ക് കൂട്ടിയാൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ വലിയ പണക്കാരാണ്, സ്വന്തം ശരീരം തന്നെ അത്രയും വലിയ സാധനമാണെന്ന് പറഞ്ഞില്ലേ. ഇതാണ് ലോ ഓഫ് അബണ്ടൻസ്. അതിൻ്റെ ഒരു പണം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു തരത്തിലുള്ള ഒരു കൺവേർഷനാണ്. നമുക്ക് ഓൾറെഡി ഉള്ളതിനെ വേറെ രീതിയിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു എക്സ്ചേഞ്ച് ആയിട്ട് നമുക്ക് പണം അങ്ങോട്ട് കിട്ടും. ഞാനതിന് പറയുക, നമ്മുടെ ടൈം ആൻഡ് എനർജിയെ യൂട്ടിലൈസ് ചെയ്തതിൻ്റെ ഡോക്യുമെൻ്റ് ആണ് പണം. ഒരു ഫിസിക്കൽ ഡോക്യുമെൻ്റ് ആയിട്ട് നമ്മൾ ടൈം എനർജി യൂസ് ചെയ്തതിൻ്റെ ഫിസിക്കൽ ഡോക്യുമെൻ്റ്. സോ വാട്ട് ഈസ് മണി? ടൈം ആൻഡ് എനർജി. ഒരു നിശ്ചിത സമയപരിധിയുടെ ഉള്ളിൽ ഒരു നിശ്ചിത എനർജിയെ നമ്മളിങ്ങനെ ചെലവാക്കുമ്പോൾ അത് പണമാവും. ഒരു വാല്യൂ എക്സ്ചേഞ്ച് കൂടിയാണ്. നമ്മളുടെ ടൈം ആൻഡ് എനർജി യൂസ് ചെയ്തിട്ട് ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനൊരു എക്സ്ചേഞ്ച് ആയിട്ട് നമുക്ക് പണം. തീർച്ചയായിട്ടും. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആരാ അബണ്ടന്റ് അല്ലാത്തത്?
ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ ശ്വസിക്കുമ്പോൾ വായു കയറുന്നുണ്ടോ മൂക്ക് കൂടെ, യെസ്, കുടിക്കാൻ വെള്ളമൊക്കെ കിട്ടുന്നുണ്ടോ, അബണ്ടന്റ് ആണ്. അത് ഇല്ലാത്ത രാജ്യങ്ങളിൽ പോയി ജീവിച്ചൊക്കെ അപ്പം അറിയാം പ്രശ്നം എന്താണെന്നുള്ളത്. നമ്മുടെ ഒരു ഡ്യൂട്ടി, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു മൊമെന്റിൽ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെ നമുക്ക് ഉള്ള കാര്യങ്ങളെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്തിട്ട് ഈ ഉള്ള കാര്യത്തെ എങ്ങനെ നമ്മൾ ആ ഒരു അവയർനെസ് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതെ, ഉള്ളതിനെ ആസ്വദിച്ചിട്ട് ഇല്ലാത്തത് കൂടെ ഉണ്ടാക്കിയെടുക്കുക. പക്ഷെ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് എന്താ, എന്തോന്ന് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് കയ്യിലുള്ള ആ മൊമെന്റിനെ നഷ്ടപ്പെടുത്തുന്നു. നാളേക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ നഷ്ടപ്പെടുത്തുന്നു. നാളെ ആവുമ്പോൾ ഈ നാളെ എന്താവും, ഇന്നായി മാറും. അപ്പോഴും ഞാൻ എന്താ ചെയ്യുന്നുണ്ടാവുക, നാളേക്ക് വേണ്ടി പരിശ്രമിക്കുന്നുണ്ടാവും. ഈ നാളെ 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 അങ്ങനെ മരിച്ചു പോകും. ഇതാ സംഭവിക്കുന്നത്. പിന്നെ ചില കാര്യങ്ങൾ എങ്ങനെയാണെന്നറിയോ, ആ ഒരു പോക്ക് തന്നെ ആയിരിക്കും എൻജോയ്. ഞാൻ നല്ലൊരു ഉദാഹരണം പറയാം. ഞങ്ങൾ കുറേ ഫ്രണ്ട്സ് ചേർന്ന് ഒരിക്കൽ അതിരപ്പള്ളി പോയി. അപ്പോൾ അതിൽ ഒരു ഫ്രണ്ട് ഉണ്ട്, ആള് ഫുൾ ഫണ്ണി ആയിരിക്കും. പുള്ളി എപ്പോഴും മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ കാര്യമായിട്ട് ഒന്നിനും ശ്രദ്ധിക്കില്ല. അതിരപ്പള്ളി എത്തിയാൽ പറയണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഒറ്റ ഇരിപ്പാണ്. പിന്നെ പുള്ളി ഫുള്ള് റീൽസ് കണ്ട് ചിരിയായിരിക്കും. അതിരപ്പള്ളി എത്തി, വിളിച്ചിട്ട് അതിരപ്പള്ളി എത്തി എന്ന് പറഞ്ഞിട്ട് പുള്ളി അവിടെ പോയി വെള്ളത്തിലൊക്കെ എൻജോയ് ചെയ്ത് തിരിച്ചു വന്നു. ആ സംഭവം ഞാൻ ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാ. പിന്നെ ഒരിക്കൽ ഞങ്ങൾ മസനഗുഡി പോയി. മസനഗുഡി പോയി ഇവൻ യാത്രയിലുടനീളം അങ്ങനെ കളിച്ചോണ്ടിരിക്കുകയാണ് ഫോണിൽ. അതിനുശേഷം കാടിനുള്ളൊരു സ്ഥലത്തെത്തി, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ട്രക്കിങ്ങിൽ അതിൽ കയറിയിരുന്നു. അപ്പോഴും ഇവനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ഫുൾ ചുറ്റിക്കറങ്ങിയിട്ട് തിരിച്ചാ പോയിന്റിൽ തന്നെ എത്തി. ഞങ്ങളുടെ മടക്കയാത്രയുടെ സമയമായി. അപ്പോൾ തിരിച്ച പോയിന്റിലെത്തി നിർത്തിയപ്പോൾ ഇവൻ എത്തിയോ ചോദിച്ചു. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, ഇതങ്ങനെ എത്താനുള്ള പോയിന്റ് ഒന്നും ഇല്ല ഇവിടെ, ഒരു റൂട്ടാണ്, ഈ ട്രാവൽ തന്നെയാണ് എൻജോയ്മെന്റ്. അതിരപ്പള്ളി പോയപ്പോൾ എന്തായിരുന്നു, ഈ ട്രാവൽ കഴിഞ്ഞാൽ എൻഡ് പോയിന്റിലാണ് എൻജോയ്മെന്റ് കിടക്കുന്നത്. ബട്ട് ഇവിടെ എന്താണ്, ആ ട്രാവൽ ഇറ്റ് സെൽഫ് ഒരു ടൂറാണ്. ഇനി അവിടെ ഒന്നും എൻജോയ്, ഇനി തിരിച്ചു വീട്ടിൽ പോവുകയാണ്. അപ്പൊ ഇതേപോലെയാണ് നമ്മൾ നഷ്ടപ്പെടുന്നത് നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതത്തിന് ഒരു എഫേർട്ട് എടുത്തുകൊണ്ടിരിക്കുന്നതേ ഒരു എൻജോയ്മെന്റ് ആക്കി മാറ്റാലോ. എഫേർട്ടിന്റെ അറ്റത്തുള്ളൊരു എൻജോയ്മെന്റ് മാത്രം എന്തിനാ നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്? സോ ആ ട്രാവൽ ഇറ്റ് സെൽഫ് ഒരു എൻജോയ്മെന്റ് ആക്കി മാറ്റില്ല അറിഞ്ഞാൽ മാത്രമേ ലോ ഓഫ് അബണ്ടൻസ് വർക്ക് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ എന്താ സംഭവിക്കുകയെന്നറിയോ, ഒരുപാട് ടൈം വേസ്റ്റ് ചെയ്യും, ഒരുപാട് എനർജി വേസ്റ്റ് ചെയ്യും. എന്നിട്ട് അവസാനം അബണ്ടൻസ് ഉണ്ടാകും. അപ്പോഴേക്കും അതൊന്നും ഒരു എൻജോയ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാവില്ല. കാരണം ആ നാച്ചുറൽ വേ ഓഫ് എൻജോയിങ് എന്ന് പറയുന്നത് നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവും. അതായത് നമ്മൾ ഈ ഒരു അബണ്ടൻസ് ആദ്യം തിരിച്ചറിഞ്ഞില്ല, പക്ഷെ അത് ഉണ്ടാകുമ്പോഴും നമ്മൾ തിരിച്ചറിയില്ല. കാരണം നമ്മൾ ഓൾറെഡി ആ ഒരു ഇഗ്നോറൻസിലാണ് ജീവിച്ചുകൊണ്ട്. നമ്മളുടെ മൈൻഡ് അങ്ങനെ ട്യൂണായി പോകും. ദുഃഖിക്കാൻ നിങ്ങൾ പഠിച്ചു നോക്കൂ, ശീലിച്ചു നോക്കൂ കുറെ കാലം. പിന്നെ ജീവിതത്തിൽ എന്നൊക്കെയോ സന്തോഷിക്കുവാനുള്ള പലതും വന്നാൽ പോലും നിങ്ങൾക്ക് സന്തോഷിക്കാൻ അറിയണ്ടാവും. കാരണം അവിടെ ഒരു ട്രെയിനിങ് വരുന്നുണ്ട്. അതിലും ദുഃഖിക്കും നിങ്ങൾ. അങ്ങനത്തെ ഒരാളെ പിടിച്ച് നിങ്ങൾ സ്വർഗത്തിൽ കൊണ്ടുവരുത്തി കഴിഞ്ഞാൽ ചൊറിഞ്ഞിട്ട് എന്ത് സ്വർഗം, ആരാണത് കൺസ്ട്രക്ഷൻ ചെയ്താണോ എന്നൊക്കെ ചിന്തിച്ചിട്ടിരിക്കും. എന്നാൽ ഈ ഒരു മെന്റാലിറ്റി ഉള്ള ആളെ ഒരു നരകത്ത് കൊണ്ടുവിട്ടാലും അവിടെ ഒരു സ്കോപ്പ് കാണും പുള്ളി. അവിടെയും സന്തോഷിക്കുവാനുള്ള എന്തെങ്കിലും ഒരു സ്കോപ്പ് കണ്ടെത്തും. ഇതാണ് പറയുന്നത്, ഇതൊരു മൈൻഡ് സെറ്റാണ്. അബണ്ടൻസ് എന്ന് പറയുന്നത് മൈൻഡ് സെറ്റാണ്. അബണ്ടൻസ് പുറമേയുള്ള സമൃദ്ധിയുടെ പേരല്ല. നിലവിലുള്ള സമൃദ്ധികളെ കുറിച്ചിട്ടുള്ള അവെയർ ആവലാണ് അബണ്ടൻസ്. ഓൾറെഡി നമ്മളുടെ റിയാലിറ്റി എന്ന് പറയുന്നത് അബണ്ടൻ്റ് ആണെന്നുള്ള തിരിച്ചറിവ്. ഒരു വഴിയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ച് വരുന്ന സമയത്ത് ഒരു വലിയ ബാനറിൽ എഴുതിയൊരു കോട്ട് എൻ്റെ മൈൻഡിൽ അങ്ങനെ പതിഞ്ഞൊരു കോട്ടാണ്. അത് എഴുതിയിരിക്കുന്നതായിരുന്നു, നേച്ചർ ഹാസ് എവറിത്തിങ് എ മാൻ നീഡ്സ് ബട്ട് നോട്ട് ഫോർ ഹിസ് ഗ്രീഡ് എന്ന് പറഞ്ഞിട്ട്. ഈ നേച്ചറിലെല്ലാം മനുഷ്യന് ആവശ്യമുള്ള എല്ലാം അതുണ്ട്, പക്ഷെ അവൻ്റെ അത്യാവശ്യമുള്ള ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഗ്രീഡാണോ അവിടെ ഒരു പ്രോബ്ലം ആയിട്ട് വരുന്നത് നമുക്ക്? ഡെഫിനറ്റ്ലി. എന്ന് വെച്ചാൽ അത് അതിനേക്കാളും വലിയ രസം എന്താണെന്ന് അറിയാം. നേച്ചറിൽ ചിലപ്പോൾ മനുഷ്യന്റെ ഗ്രീഡിനുള്ളതൊക്കെ ഉണ്ടെന്ന് തന്നെ വിചാരിച്ചോ. ഈ നേച്ചറിൽ ഈ ലോകത്തിലുള്ള സകല മനുഷ്യരുടെയും ഗ്രീഡ് പൂർത്തീകരിക്കാനുള്ള അബണ്ടൻസും ഉണ്ടെന്ന് വിചാരിച്ചോ. എന്നാലും ഗ്രീഡ് പൂർത്തീകരിക്കപ്പെടില്ല. ആ ഒരു ഗ്രീഡ് എന്ന് പറയുന്നത് തന്നെ ഒരു ഗ്രീഡിന്റെ പ്രത്യേകത അത് എലാസ്റ്റിക് ആണ്. അത് വലിച്ച് എൻഡില്ല അതിന്. ഇത് വലിക്കാൻ പോയാൽ വലിച്ചുകൊണ്ടേയിരിക്കേണ്ടി വരും. നമ്മൾ ആഗ്രഹങ്ങളെ ഉണ്ടാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഒരിക്കലും അടങ്ങാത്ത കെണിയായിക്കൊണ്ടേയിരിക്കും. ഈ റോഡിലൂടെ പോകുമ്പോൾ അവിടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ കളിച്ചോണ്ടിരിക്കണ പോലെ തോന്നും നമുക്ക്. നല്ല വെയിലത്ത് ഇതിനെ മരീചിക എന്ന് പറയും. അത് മരുഭൂമിയിൽ കാണുന്നതിനാണ് മരീചിക. അപ്പൊ ദൂരെ വെള്ളം എന്നുള്ള പോലെ തോന്നും. നമ്മൾ അടുത്തേക്ക് പോകുമ്പോൾ വെള്ളം അപ്പുറത്തായിട്ടുണ്ടാവും. ഇതേപോലെയാണ് അക്കരെ പച്ച മനോഭാവം. അപ്പൊ ഗ്രീഡ് ഒരിക്കലും സാറ്റിസ്ഫൈ ആവാത്ത ഒരു സാധനമാണ്. ശരിക്കും ഈ നേച്ചറിന് നമ്മളുടെ ഗ്രീഡ് പൂർത്തീകരിക്കാനുള്ളത് ഉണ്ടെങ്കിൽ പോലും ഗ്രീഡ് എന്നുള്ളത് പൂർത്തീകരിക്കാൻ പറ്റില്ല. ഈ ആഗ്രഹങ്ങൾ സഫലീകരിക്കുക എന്ന് പറയുമ്പോൾ എൻ്റെ മൈൻഡിൽ വരുന്നൊരു
വേറൊരു ലോ ആയിട്ട് കണക്കാക്കുന്ന ഒരു കാര്യമാണ് ദ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഒരുപാട് പോപ്പുലർ ആയിട്ടുള്ള ഒരു എല്ലാവരും അത്യാവശ്യം റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു ലോ ആണ്. അതിനെ പറ്റിയിട്ട് പല ഡിബേറ്റ്സ് നടക്കുന്നുണ്ട്. പലരും അതിൽ വിശ്വസിച്ചിട്ട് ഇതൊരു ലോ ആണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പലരും അതിനൊരു സ്യൂഡോ സയൻസ് ആണെന്ന് പറഞ്ഞിട്ട് റിജക്റ്റ് ചെയ്യുന്ന ആളുകളുമുണ്ട്. പലരും അവരുടെ ലൈഫിൽ ഇത് വർക്ക് ചെയ്തു, അത് കിട്ടി, അവർ ഇങ്ങനെ ചെയ്തു, അപ്പോൾ ഇത് കിട്ടി. മെയിനായിട്ട് ഇൻസ്പയർഡ് ആയത് സീക്രറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മൂവിയിൽ നിന്നും അതിനെ ആസ്പദമാക്കി വന്ന ബുക്കിൽ നിന്നും പല ലോ ഓഫ് അട്രാക്ഷൻ യൂട്യൂബേഴ്സിൽ നിന്നൊക്കെ ഇത് പ്രചരിക്കുന്നുണ്ട് ഒരുപാടായിട്ട്. അപ്പോൾ ഒരു സൈഡിൽ ഇതൊരു സ്യൂഡോ സയൻസ് ആണെന്ന് പറയുമ്പോൾ ഞാൻ കണക്കാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിന് മൊത്തത്തിലൊരു സ്യൂഡോ സയൻസ് എന്ന രീതിയിൽ തള്ളിക്കളയുന്നതിന് പകരം അതിനൊരു റിയാലിറ്റി ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. റിയാലിറ്റി ഇൻ ദ സെൻസ് നമ്മളുടെ ഉള്ളിലുള്ള ചിന്തകൾ, വിശ്വാസങ്ങൾ, നമ്മളുടെ സബ് കോൺഷ്യസ് പാറ്റേൺസ്, ഇതെല്ലാം ഒരു തരത്തിൽ നമ്മുടെ ലൈഫിനെ ഡിസൈൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതിനനുസരിച്ച് നമ്മുടെ ലൈഫിൽ പല കാര്യങ്ങൾ അട്രാക്റ്റഡ് ആയിട്ട് വരുന്നത് പോലെ എനിക്ക് ഫീൽ ആവുന്നുണ്ട്. അപ്പോൾ ഒരു ലെവലിൽ ഇതിനൊരു റിയാലിറ്റി ഉള്ളതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇൻ റിയാലിറ്റി ഒരു ലോ തന്നെയാണ് ദ ലോ ഓഫ് അട്രാക്ഷൻ എന്നത്. പക്ഷേ എന്നിരുന്നാലും അവിടെ ഞാൻ കാണുന്നൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഈ സീക്രറ്റ് എന്ന് പറയുന്ന പുസ്തകത്തിലെ മൂവിയിൽ പറയുന്നത് പോലെയും അതുപോലെ ലോ ഓഫ് അട്രാക്ഷനെ പോപ്പുലറൈസ് ചെയ്യുന്ന പല യൂട്യൂബേഴ്സും ലോ ഓഫ് അട്രാക്ഷൻ കോച്ചസ് പറയുന്നത് പോലെ ഇങ്ങനെ ആഗ്രഹിക്കുമ്പോഴേക്കും അതിങ്ങനെ കിട്ടും, അല്ലെങ്കിൽ ചിന്തിക്കുമ്പോൾ ഒരു പോസിറ്റീവ് ചിന്തിച്ച് അതേപോലെ പോസിറ്റീവ് നടക്കും എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഒരു ഓവർ സിംപ്ലിഫിക്കേഷൻ നടക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ജസ്റ്റ് അതിനൊരു ഒരുപാട് സിംപ്ലിഫൈ ചെയ്തിട്ട് പറയുന്നത്. പക്ഷേ അതിന് ആ ഒരു കാര്യം ഒരുപാട് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ അത് ഒരുപാട് പ്രോബ്ലംസ് ആളുകളുടെ ലൈഫിൽ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. പലപ്പോഴും നമ്മളങ്ങനെ ഒരു പോസിറ്റീവ് മാത്രം ചിന്തിക്കുക. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞൊരു കാര്യമാണ് ഡ്യുവാലിറ്റി എന്നുള്ളത്. പോസിറ്റീവ് നെഗറ്റീവിനെ തള്ളിക്കളഞ്ഞിട്ട് പോസിറ്റീവ് മാത്രം ചിന്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ട്രാപ്സ്. അപ്പോൾ ആ ഒരു തരത്തിൽ ടോക്സിക് പോസിറ്റിവിറ്റിയിലോട്ട് പോവുക. അതുപോലെ തന്നെ നമ്മൾക്ക് ലൈഫിൽ പല ആക്ഷൻസ് നമുക്ക് ഓരോ സമയത്ത് എടുക്കേണ്ടതായിട്ടുള്ള ആക്ഷൻസ്, റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ലോ ഓഫ് അട്രാക്ഷനിലോട്ട് ചിന്തിക്കുന്ന ആളുകൾ കൂടുതലും ആ ഒരു ആക്ഷൻസിനെ ഡിനൈ ചെയ്തിട്ട് ഓക്കെ എനിക്ക് ചിന്തിച്ചാൽ മാത്രം, ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ മാത്രം മതി, എല്ലാം എനിക്ക് നടന്നോളും എന്നുള്ള ചിന്തയുണ്ട്. അപ്പോൾ ആ ഒരു ഏരിയയിൽ ഇവിടെ ഒരുപാട് ഓവർ സിംപ്ലിഫിക്കേഷനും കുറേ തെറ്റിദ്ധാരണകളും നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ആളുകളും പല ട്രാപ്പിലും പോയി പെടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് അതിൻ്റെ ഒരു റിയാലിറ്റി ദ ലോ ഓഫ് അട്രാക്ഷനിൽ? ഇത് നമ്മൾ പെട്ടെന്നൊന്നും പറഞ്ഞ് തീരാത്തൊരു സബ്ജക്റ്റാണ്. കാരണം ലോ ഓഫ് അട്രാക്ഷൻ യൂണിവേഴ്സൽ ലോസിൽ ഒരു ലോ ആണ്. അതൊരു ലോ തന്നെയാണ്, അതൊരു ലോ ആണ്. ബട്ട് ലോ ഓഫ് അട്രാക്ഷൻ മാത്രം എടുത്ത് ഒരു പ്രത്യേക രീതിയിൽ പറഞ്ഞ പോലെ സിംപ്ലിഫൈ ചെയ്ത് പഠിപ്പിക്കുന്ന ആൾക്കാരില്ലേ, അവർ ശരിക്കും പറഞ്ഞാൽ ലോ ഓഫ് അട്രാക്ഷൻ്റെ ആ ഒരു ഗഹനമായ തലങ്ങളെ മനസ്സിലാക്കാതെ തന്നെയാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോ ഓഫ് അട്രാക്ഷൻ ഒരു ലോ തന്നെയാണ്, അത് ഉള്ളതാണ്. ബട്ട് അതിൻ്റെ രണ്ട് സൈഡും ഞാൻ പറഞ്ഞുതരാം. അത് എവിടെയാണ് സ്യൂഡോ സയൻസ് ആയിട്ട് മനുഷ്യനെ ഭ്രാന്താക്കുന്ന രീതിയിലേക്കും പോകുന്നത് എന്നുള്ളതും പറഞ്ഞുതരാം. ശരിക്കും അതെങ്ങനെ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതും പറഞ്ഞുതരാം. അത് കുറച്ച് കൂടുതൽ സമയമെടുക്കുന്ന ഒരു കാര്യമായിരിക്കും. നമുക്ക് പറ്റുന്നത്ര ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഒന്നാമത്തെ കാര്യം, മറ്റു പല ലോകളും നമ്മളിപ്പോൾ ഇങ്ങനെ ഡിസ്കഷൻ ചെയ്തു. ഇനിയുണ്ട് കുറേ ലോസ്, യൂണിവേഴ്സൽ ലോസ്. ഇപ്പോൾ ഇതിൽ മറ്റു പല യൂണിവേഴ്സൽ ലോസും ശരിക്കും മനസ്സിലാക്കിയ ഒരു വ്യക്തി ഒരു 6ാമത്തെ 7ാമത്തെ 8ാമത്തെ ആയിട്ടാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന സാധനം വരുന്നത് തന്നെ ഈ യൂണിവേഴ്സൽ ലോസിൽ. അതിന് മുമ്പ് പഠിക്കേണ്ട കുറേ ലോസ് ഒക്കെ പഠിച്ചൊരു വ്യക്തിക്ക് ലോ ഓഫ് അട്രാക്ഷൻ പഠിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനൊന്നും ഉണ്ടാവില്ല, മനസ്സിലാക്കാനുണ്ടാവുന്നു മാത്രം. അതായത് ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അട്രാക്റ്റ് ഒക്കെ ചെയ്യും എന്നുള്ളത്. അല്ലാതെ അവിടെ പ്രാക്ടീസ് ചെയ്തിട്ട് ഒരാളെ പോയി അങ്ങോട്ട് സ്നേഹിക്കുക, എന്നിട്ട് അയാളെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ലോ ഓഫ് അട്രാക്ഷൻ പഠിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്താ പറയുക ബിറ്റ് കോയിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കളിക്കുക, എന്നിട്ട് അതിന്ന് വരാൻ വേണ്ടിയിട്ട് പൈസ തരാൻ വേണ്ടിയിട്ട് ലോ ഓഫ് അട്രാക്ഷൻ പ്രയോഗിച്ചുകൊണ്ടിരിക്കുക. ഈ വക മണ്ടത്തരങ്ങൾ ചെയ്യില്ല. എങ്ങനെയാണെങ്കിൽ യൂണിവേഴ്സൽ ലോസ് എല്ലാം പഠിച്ചൊരു വ്യക്തി ലോ ഓഫ് അട്രാക്ഷനും കൂടെ പഠിച്ചാൽ ഇതൊരു മെഗാ സീരിയലിൻ്റെ ഒരു എപ്പിസോഡ് കണ്ടിട്ട് കഥ നിർവചിക്കാൻ പോകുന്ന പോലെയാണ് ഇന്ന് ചെയ്യുന്നത്. ഈ ലോ ഓഫ് അട്രാക്ഷൻ മാത്രം എടുത്ത് പഠിച്ചിരിക്കുകയാണ്. അതായത് യൂണിവേഴ്സിലും മറ്റു പല ലോസും നിലനിൽക്കുമ്പോൾ നമ്മൾ കാണുന്നത് പല ആളുകളും ആകെ അവെയർ ആയിരിക്കുന്നത് ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ളൊരു ലോ മാത്രമാണ്. അപ്പോൾ മറ്റ് ലോസ് കാണാത്തത് കൊണ്ട് ഇതിനൊരുപാട് തലയിൽ കയറ്റി വെക്കുന്നത് കൊണ്ടുള്ള കുറച്ച് പ്രോബ്ലംസ് അവിടെ ഉണ്ടാവും, ഇംബാലൻസ് ഉണ്ടാവുന്നേ. യൂണിവേഴ്സൽ ലോസ് എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന് 200 നിയമങ്ങളുണ്ടെന്ന് വിചാരിച്ചോ, അതിൽ ഒരു നിയമം മാത്രം എനിക്ക് സൗകര്യമുള്ള ഒരു നിയമം എടുത്തിട്ട് ഞാൻ അത് മാത്രം പ്രാക്ടീസ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? ബാക്കി നിയമങ്ങൾ അവിടെ ലംഘിക്കപ്പെടുന്നുണ്ടോ എന്ന് കൂടെ നോക്കണ്ടേ? അതേപോലെയാണ് ഇപ്പോൾ ലോ ഓഫ് ഡിവൈൻ വൺനെസ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഡിവൈൻ വൺനെസ് എന്ന് പറയുന്ന ലോയിൽ ഇരിക്കുന്ന സമയത്ത് നീ എൻ്റെ സ്വന്തമാണ്. ലോ ഓഫ് അട്രാക്ഷൻ, ലോ ഓഫ് ഡിവൈൻ വൺനെസ് പഠിക്കാതെ ലോ ഓഫ് അട്രാക്ഷൻ മാത്രം പഠിച്ചൊരു വ്യക്തിക്ക്
എനിക്ക് നിന്നെ സ്വന്തമാക്കണം എന്നാ ചിന്തിക്കുന്നത്. സ്വന്തമാക്കണം എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇല്ല, സ്വന്തമല്ല എന്നാണ് അർത്ഥം. ലോ ഓഫ് ഡിവൈൻ വൺനെസ് പഠിച്ചാൽ എന്താ പഠിക്കുന്നത്? അത് ഓൾറെഡി അങ്ങനെ എല്ലാവരും എൻ്റെ സ്വന്തമാണ്, പിന്നെ ഇവിടെ സ്വന്താക്കലില്ല. മനസ്സിലാവുന്നുണ്ട്? ഇത് രണ്ടും ഓപ്പോസിറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഒന്ന്, ഈ ലോകം മുഴുവൻ എൻ്റെ സ്വന്തമാണ്, ഞാൻ ഈ ലോകത്തിന്റെ ഭാഗമാണ്, ലോകം എൻ്റെ ഭാഗമാണ്. ഈ ബോധം എവിടെ കിടക്കുന്നു? എനിക്ക് നിന്നെ സ്വന്തമാക്കണം എന്ന ബോധം എവിടെ കിടക്കുന്നു? അപ്പൊ ഇത് രണ്ടും പഠിച്ചൊരു വ്യക്തിക്ക് ഇതിൽ ഭ്രാന്ത് വരില്ല. അതാ പറയുന്നത്, ബാലൻസിങ് വരും അവിടെ. ഇത് യൂണിവേഴ്സൽ എല്ലാ വൺനെസ് നിയമം, കോസ് ആൻഡ് എഫക്റ്റ് നിയമം, ഇങ്ങനെയുള്ളതൊക്കെ പഠിച്ചിട്ട് ഇത് പഠിക്കുമ്പോൾ മനസ്സിലാവും. കോസ് ആൻഡ് എഫക്റ്റ് നിയമത്തിലെ വേറൊരു നിയമമുണ്ട്, എത്ര അളവ് സുഖം അനുഭവിച്ചോ അത്ര അളവ് ദുഃഖം ഉണ്ടാവും. എത്ര ആര് നിനക്ക് സന്തോഷം തന്നോ അവര് മൂലമായിരിക്കും നിനക്ക് ദുഃഖം ഉണ്ടാവുക. ആർക്കെങ്കിലും വന്ന് നിന്നെ ദുഃഖിപ്പിക്കാൻ പറ്റില്ല. നീ ഒരുപാട് സ്നേഹിക്കുന്ന, നീ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, നീ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തത് ആർക്ക് വേണ്ടിയിട്ടാണോ ആ വ്യക്തിയാണ് നിന്നെ ദുഃഖിപ്പിക്കുള്ളൂ. അത് കോസ് ആൻഡ് എഫക്റ്റ് അതാണ്. എവിടെ നിന്ന് സുഖം ആസ്വദിച്ചോ അവിടെ നിന്നേ ദുഃഖവും വരുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ ഞാൻ ഈ പറയുന്ന പോയിന്റ്? അപ്പൊ പിന്നെ ഒരാളെ സ്വന്തമാക്കണം എന്ന് വിചാരിക്കുമ്പോൾ സ്വന്തമാക്കിയിട്ട് എന്ത് ചെയ്യാനാ? സന്തോഷിക്കാനാ. സന്തോഷിച്ചു കഴിഞ്ഞാൽ ദുഃഖം ഉണ്ടാവാനുണ്ട്. പക്ഷെ എനിക്ക് നിന്നെ സ്വന്തമാക്കണം, നിന്നിലുള്ള സുഖം സ്വന്തമാക്കണം, നിന്നിൽ നിന്ന് കിട്ടുന്ന സുഖം സ്വന്തമാക്കണം. അപ്പൊ നിന്നിൽ നിന്ന് കിട്ടുന്ന ദുഃഖോ അത് അതിന്റെ ഒപ്പം സ്വന്തമാക്കപ്പെടുന്നുണ്ട്. ഒന്നിനൊന്ന് ഫ്രീ ആണിത്. ലോ ഓഫ് പൊളാരിറ്റി അവിടെ വരുന്നുണ്ട്. ലോ ഓഫ് പൊളാരിറ്റി വന്നു. അപ്പോ നിന്നെ എന്റെ സുഖത്തിന് വേണ്ടി മാത്രമായി സ്വന്തമാക്കാൻ എനിക്ക് പറ്റില്ല. നിന്നെ സ്വന്തമാക്കുന്നതോടുകൂടെ ഒരു സെറ്റ് ഓഫ് സുഖങ്ങളും ഒരു സെറ്റ് ഓഫ് പുതിയ ദുഃഖങ്ങളും ഞാൻ സ്വന്തമാക്കുന്നുണ്ട്. കാരണം ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരു ശരീരം, ഒരു മനസ്സും മാത്രമല്ല, ഒരു ലോഡ് ഇമോഷൻസ്, ഒരു ലോഡ് പ്രതീക്ഷകൾ, ഒരു ലോഡ് സ്വപ്നങ്ങൾ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അടങ്ങിയതാണ് ഒരു വ്യക്തി. ആ ആളെ ഇങ്ങോട്ട് സ്വന്തമാക്കുമ്പോൾ ഒരുപാട് കോൺസിക്വൻസസും കൂടെ സ്വന്തമാക്കുന്നുണ്ട്. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് ആ മറ്റേത് മോശമായതിനൊക്കെ അങ്ങോട്ട് കളഞ്ഞിട്ട് അതിലെ നല്ല വശത്തെ മാത്രം കൂടെ സ്വന്തമാക്കാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ ചെയ്ത് ചക്കയാണ് സ്വന്തമാക്കുന്നതെങ്കിൽ അതിൻ്റെ മുള്ളും അതിൻ്റെ പശയും എല്ലാം കൂടെയാണ് സ്വന്തമാക്കാൻ പറ്റുള്ളൂ. ചക്കച്ചുള മാത്രമായിട്ടൊന്നും സ്വന്തമാക്കാൻ പറ്റില്ല. ഇതേപോലെയാണ് നമ്മൾ എന്ത് പ്രാക്ടീസ് ചെയ്യുമ്പോഴും അതിൽ പൊളാരിറ്റി, ലോ ഓഫ് പൊളാരിറ്റി ഓർമ്മ വേണം, ലോ ഓഫ് കോസ് ആൻഡ് എഫക്റ്റ് ഓർമ്മ വേണം, ലോ ഓഫ് യൂണിവേഴ്സൽ വൺനെസ് ഓർമ്മ വേണം. ഇതെല്ലാം ഓർമ്മയുള്ള ഒരു വ്യക്തിക്ക് ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ളത് ഒരു എന്താ പറയുക, ചൈൽഡിഷ് ഗെയിമായിട്ട് കളിക്കാൻ തോന്നില്ല. ഇതിൽ വലിയൊരു രസം എന്താ വെച്ചാൽ, ഇന്ന് ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ട് തകർത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ട്രെയിനിങ് പ്രോഗ്രാംസും മറ്റുണ്ടല്ലോ, അതിന് പിന്നിലുള്ള ഒരു തന്ത്രമാണ്. ഇത് ഞാൻ 7ാം ക്ലാസ്സിൽ പഠിച്ചൊരു പാഠമാണ്. രുദ്രാക്ഷ മഹാത്മ്യം എന്നൊരു കഥയാണത്, സഞ്ജയന്റെ കഥയാണത്. അതിൽ വളരെ അത് പറഞ്ഞു തന്നാൽ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നു ചിലർക്ക് എന്ന് പറഞ്ഞില്ലേ, അതെങ്ങനെയാണെന്ന് മനസ്സിലാവും. ഒരു ചാക്ക് കണക്കിന് രുദ്രാക്ഷ ഇവിടുന്ന് കിട്ടി ഒരു സുഹൃത്തിന്. അപ്പോൾ ഈ രുദ്രാക്ഷ അങ്ങനെ വെറുതെ ചാക്കിൽ കെട്ടിക്കിടക്കുകയാണ്. അപ്പോൾ 2 സുഹൃത്തുക്കൾ തമ്മിൽ അവിടെ സംസാരിക്കുകയാണ്, നമുക്ക് ഈ രുദ്രാക്ഷം മുഴുവൻ വിറ്റ് പൈസ ആക്കിയാലോ എന്ന്. അപ്പോൾ മറ്റേ സുഹൃത്ത് പറയാം, ഇതിനെന്താ 50 പൈസ 1 രൂപയൊക്കെ കിട്ടും, അതിനിപ്പോൾ എത്ര പൈസ, ഒരുപാട് പൈസ ഉണ്ടാവും ഇപ്പോൾ ഇത് വിറ്റ് കഴിഞ്ഞാൽ. അല്ല, അങ്ങനെയല്ല നമ്മൾ വിൽക്കാൻ പോകുന്നത്. ഇത് ഹിമാലയൻ സന്യാസി അനുഗ്രഹിച്ചയച്ച അത്ഭുത മാന്ത്രിക രുദ്രാക്ഷമാണ്, ഒരെണ്ണത്തിന് 100 രൂപയാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വിൽക്കാൻ പോകുന്നത്. ഇത് ധരിച്ചു കഴിഞ്ഞാൽ അത് സംഭവിക്കും, ഇത് സംഭവിക്കും എന്നൊക്കെ നമ്മൾ പറയാൻ പോവുകയാണ്. അപ്പോൾ മറ്റേ സുഹൃത്ത് ചോദിക്കുകയാണ്, എന്നിട്ട് അത് സംഭവിച്ചില്ലെങ്കിലോ എന്ന്. അപ്പോൾ ഇദ്ദേഹം പറയുകയാണ്, എടോ ഇത് 1000 പേര് വാങ്ങിക്കൊണ്ടോ എന്ന് വിചാരിച്ചോ, അതിൽ ഒരു 10 പേർക്കെങ്കിലും അവരുടെ ജീവിതത്തിൽ ഈ രുദ്രാക്ഷം അണിഞ്ഞ് വരുന്നൊരു മാസത്തിനകം എന്തെങ്കിലും നന്മ നടക്കാതിരിക്കൂ. 1000 പേരണിഞ്ഞാൽ റാൻഡംലി 1000 പേരിൽ 10 പേർക്ക് വരുന്ന 10 ദിവസങ്ങൾക്കകം എന്തെങ്കിലും ഒരു ശുഭകാര്യം സംഭവിച്ചേക്കാലോ. പ്രോബബിലിറ്റി ഉണ്ട്, അങ്ങനെ സംഭവിക്കും. അപ്പോൾ ഈ 10 പേരും എന്ത് വിചാരിക്കും, രുദ്രാക്ഷം അണിഞ്ഞുകൊണ്ടാണ് സംഭവിച്ചതെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ പറയും, നിങ്ങൾക്ക് ആഗ്രഹിച്ച കാര്യം നടന്നാൽ ഞങ്ങൾക്ക് കത്തെഴുതണം എന്ന് പറയും നമ്മൾ. അപ്പോൾ അവർ നമുക്ക് കത്തെഴുതും, നിങ്ങളുടെ രുദ്രാക്ഷം വാങ്ങി അണിഞ്ഞു, ഞാൻ ആഗ്രഹിച്ച കാര്യം നടന്നു. ആ കത്തുകൾ നമ്മൾ പബ്ലിഷ് ചെയ്യും. അപ്പോൾ എന്താ, ഇത് 10,000 പേര് വാങ്ങിക്കും. അടുത്തത് 10,000 പേരിൽ വീണ്ടും ഒരു 100 പേർക്കോ 1000 പേർക്കോ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. അപ്പോൾ അവർ നമുക്ക് കത്തെഴുതും. അങ്ങനെ ഇത് വിപുലമായി അത് അവസാനം സ്വർണം കെട്ടിച്ച രുദ്രാക്ഷം 1000 രൂപയുടെ രുദ്രാക്ഷം 10,000 രൂപയുടെ രുദ്രാക്ഷമൊക്കെ ഇറക്കാൻ തുടങ്ങി. രുദ്രാക്ഷ തന്നെ ഒരു പ്രത്യേകതയില്ലേ ഈ രുദ്രാക്ഷത്തിന്. ഇതിങ്ങനെയാണ്, നിങ്ങൾ റാൻഡംലി ഒരു വലിയ സൊസൈറ്റിയിലേക്ക് ഒരു കാര്യം എടുത്തിട്ടിട്ട് ഇത് ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അതിലൊരു ചെറിയ ശതമാനം പേർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും. ചക്ക വീണപ്പം മുതൽ ചക്ക പോലെ. അപ്പോൾ ആ ഉണ്ടാകുന്നവരുടെ ടെസ്റ്റിമോണിയൽസ് കൊണ്ട്
ഇതുകൊണ്ട് ഇങ്ങനെ ഉണ്ടായി എന്ന് അവർ തന്നെ പറയും. അവർക്കും അറിയില്ല ഇത് എന്തുകൊണ്ടുണ്ടായി എന്ന്. അവരെ സംബന്ധിച്ചോളം ഇത് അണിഞ്ഞപ്പോൾ അത് സംഭവിച്ച എന്നാൽ ഇതുകൊണ്ടായിരിക്കുന്ന വിചാരിക്കുന്നുണ്ടാവുക. അങ്ങനെ ഇതൊരു ബിസിനസ്സായി വളരും എന്നല്ലാതെ ഇതിന്റെ പിന്നിലൊന്നും സംഭവിക്കുന്നൊന്നുമില്ല. ഇത്തരത്തിലുള്ള പ്രാക്ടീസിന്റെ ട്രെൻഡ് അതാണ്. അപ്പോൾ ഇതിന്റെ ഒരു റിയാലിറ്റി എന്താണ്? ഇതിനെ മൊത്തത്തിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാനും പറ്റില്ല എന്ന് പറയുന്നത് അതൊരു നാച്ചുറൽ ലോ തന്നെയാണ്, ലോ ഓഫ് അട്രാക്ഷൻ. അപ്പോൾ ശരിക്കും എന്താണ് ഈ ഒരു ലോ ഓഫ് അട്രാക്ഷൻ? നമ്മൾ ആളുകളിൽ ഒരുപാട് സിംപ്ലിഫൈ ചെയ്ത നമുക്ക് ഈ ഒരു സീക്രട്ട് എന്നുള്ള പുസ്തകവും അതിലുള്ള കോൺസെപ്റ്റ്സ് അതിൽ പറയുന്ന കാര്യങ്ങളും ഒരുപാട് പോപ്പുലറൈസ് ഉള്ള ഒരു ഓവർ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ലോ ഓഫ് അട്രാക്ഷനെ പറ്റിയുള്ള ഡെഫിനേഷനൊക്കെ ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചാൽ ഇൻ ദ റിയൽ സെൻസ് വാട്ട് ഈസ് ലോ ഓഫ് അട്രാക്ഷൻ? ഞാൻ മനസ്സിലാക്കിയത് ഞാൻ പറഞ്ഞുതരാം. അട്രാക്ഷൻ ചെയ്യാൻ ഇവിടെ എന്ത് അർഹതയുണ്ടെന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ്. സിംപ്ലിഫൈ ചെയ്ത് ഞാൻ പറഞ്ഞുതരാം അതിനെ. മൊയ്തീൻ്റെ വീടിൻ്റെ മുന്നിൽ ഒരു കമ്പോസ്റ്റ് കുഴി ഉണ്ടെന്ന് വിചാരിച്ചു. നാച്ചുറലി ഈ കമ്പോസ്റ്റ് കുഴി പുഴു, പഴുതാര, ചിലന്തി, ഈച്ച, കൃമി, കൊതു ഇതിനെയൊക്കെ അട്രാക്റ്റ് ചെയ്യും. മൊയ്തീൻ്റെ വീട്ടുമുറ്റത്ത് ഒരു പൂന്തോട്ടം ഉണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ നാച്ചുറലി അത് പൂത്തുമ്പികളെയും ചിത്രശലഭങ്ങളെയും തേൻവണ്ടുകളെയും അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ മൊയ്തീന് പൂത്തുമ്പികളെ അട്രാക്റ്റ് ചെയ്യണോ, ശലഭങ്ങളെ അട്രാക്റ്റ് ചെയ്യണോ, മൊയ്തീൻ്റെ ഇഷ്ടമാണ്. ഈ കൃമി കീടങ്ങളെ അട്രാക്റ്റ് ചെയ്യണോ, മൊയ്തീൻ്റെ ഇഷ്ടമാണ്. ബട്ട് അട്രാക്റ്റ് ചെയ്യണമെങ്കിൽ, ശലഭങ്ങളെ അട്രാക്റ്റ് ചെയ്യണമെങ്കിൽ അവിടെ പൂന്തോട്ടം ഉണ്ടാക്കണം. അർഹത. പൂമ്പാറ്റകൾ വരിക പൂന്തോട്ടത്തിലേക്കാണ്, കൃമികീടങ്ങൾ വരിക കമ്പോസ്റ്റിലേക്കാണ്. അപ്പോൾ മൊയ്തീൻ എന്ത് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നോ അതിനനുസരിച്ചിട്ടുള്ള സിറ്റുവേഷൻ അട്രാക്റ്റ് ആവും. അവിടെ അട്രാക്ഷൻ എന്ന് പറയുന്നത് നാച്ചുറൽ ആണ്. അട്രാക്ഷൻ സൈഡ് നാച്ചുറലാ, പ്രിപ്പറേഷൻ സൈഡാണ് നമ്മൾ ചെയ്യേണ്ടത്. ഞാൻ പൂമ്പാറ്റ വരട്ടെ എന്ന് കമ്പോസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ട് ചിന്തിച്ചോണ്ടിരുന്ന എങ്ങനെ ഉണ്ടാവും? ഈച്ചേ വരുള്ളൂ, കൊതുകേ വരുള്ളൂ. അപ്പൊ എന്റെ ചിന്തയിലല്ല കാര്യം, ഞാൻ എന്താ ഒരുക്കി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ചിന്ത തന്നെ ഒരു ഒരുക്കി വെക്കൽ പ്രക്രിയയാണ് ശരിക്കും. ബട്ട് അതിന്റെ കൂടെ രണ്ടും കോമ്പിനേഷൻ വേണം. അതാണ് ഞാൻ പരമാർത്ഥവും വ്യവഹാരവും എന്ന് പറഞ്ഞത്. പരമാർത്ഥം എന്ന് പറയുന്നത് ചിന്ത, അങ്ങനെ ചിന്തകളുടെ തലത്തിൽ കിടക്കുന്ന സാധനമാണ്. വ്യവഹാരം എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലാണ്. ഇപ്പം ഞാൻ 10ാം ക്ലാസ് പോലും പാസ്സാവാതെ കളക്ടർ ആകാൻ വേണ്ടി ഇരുന്ന് ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്ത് എങ്ങനെ ഉണ്ടാവും? നമ്മൾ ചിന്തിച്ചത് സംഭവിക്കും എന്നുള്ളത് ഒരു വിശ്വാസം മാത്രമാണ്. എന്നാൽ എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ നമ്മൾ ചിന്തിക്കണം എന്നത് ഒരു ശാസ്ത്രമാണ്. ഇതാണ് ഈ വാക്കിനെ കൺഫ്യൂഷൻ ആവാൻ പാടില്ല. തോട്ട്സ് ക്രിയേറ്റ്സ് റിയാലിറ്റി. അതായത് ഒരു റിയാലിറ്റിയെ ഉണ്ടാക്കാൻ വേണ്ടി തോട്ട്സ് ആവശ്യമുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാത്ത റിയാലിറ്റീസും ഉണ്ടാവുമായിരിക്കും, പക്ഷെ നമ്മൾക്ക് കോൺഷ്യസ്ലി നമ്മുടെ ലൈഫിനെ ഡിസൈൻ ചെയ്യണമെങ്കിൽ വി നീഡ് ദാറ്റ് കൈൻഡ് ഓഫ് തോട്ട്സ്, പ്ലാൻസ്. അതിൻ്റെ അർത്ഥം ഇവിടെ തോട്ട്സ് ഉണ്ടെങ്കിൽ തന്നെ അത് റിയാലിറ്റി ആവും എന്നല്ല. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. ഞാനൊരു വ്യക്തിയെ ഇഷ്ടപ്പെടുന്നു, ആ വ്യക്തിയെ സ്വന്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ വ്യക്തിയെ ഞാൻ സ്വന്തമാക്കാൻ വേണ്ടി ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്നു. അപ്പോൾ ആ വ്യക്തി സ്വന്തമാവും ചെയ്തു എന്ന് വിചാരിച്ചോ. പക്ഷേ ആ വ്യക്തിക്ക് എന്നെ ഇഷ്ടപ്പെടുക എന്നുള്ളൊരു ഭാഗം എന്തുകൊണ്ടാണ് അപ്പം ഞാൻ ചിന്തിക്കാത്തത്? ഞാനൊരു വസ്തു പർച്ചേസ് ചെയ്യുന്ന പോലെയാണ് അതിനെ കാണുന്നത്. ആ വ്യക്തി ചിലപ്പോൾ വേറെ ആരെങ്കിലും ആഗ്രഹിച്ചുകൊണ്ട് നടക്കുന്ന ആളായിരുന്നെങ്കിലോ? ഞാൻ എൻ്റെ ലോ ഓഫ് അട്രാക്ഷൻ ശരിക്കും പവർ ഉണ്ടെങ്കിൽ ആണ് ഞാനീ പറയുന്നത്. ഞാൻ ആ വ്യക്തിയെ ലോ ഓഫ് അട്രാക്ഷൻ ചെയ്ത് എന്നിലേക്ക് അട്രാക്റ്റ് ചെയ്തു. ബട്ട് ആ വ്യക്തിയുടെ മനസ്സിലെ കോൺസെപ്റ്റുകൾ വേറെയാണെങ്കിലോ? അപ്പോൾ ശരിക്കും ഞാൻ ആ ചെയ്യുന്നത് തെറ്റല്ലേ? ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരാളെ കയറി ഇഷ്ടപ്പെടുകയും എന്നിട്ട് ലോ ഓഫ് അട്രാക്ഷൻ പ്രയോഗിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഇഷ്ടം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി എന്തെങ്കിലും ടെക്നിക്ക് ഉപയോഗിക്കുകയും ചെയ്യണോ? അതോ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരാളെ ഞാൻ സ്വീകരിക്കണോ ജീവിതത്തിൽ? ഏതായിരിക്കും നന്നായിരിക്കുക? സെക്കൻഡ് ഓപ്ഷൻ അല്ലേ? എന്നെ ഇഷ്ടപ്പെടുന്ന ഒരാളെ സ്വീകരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ലോ ഓഫ് അട്രാക്ഷൻ ശരിക്കും മിസ്റ്റേക്ക് തന്നെയാണ്. എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞുതരാം. നമ്മളുടെ തലച്ചോറിനകത്ത് റെക്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്നൊരു ന്യൂറോൺ ബെഞ്ചസ് ഉണ്ട്. ഇത് പ്രയോറിറ്റിയെ ഏറ്റെടുക്കുന്ന ഒരു ന്യൂറോൺ സെറ്റാണ്. അതായത് നമ്മളുടെ മനസ്സിനകത്ത് നിരന്തരം നമ്മുടെ ഒരു ഫ്യൂച്ചർ റിയാലിറ്റിയെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ സങ്കല്പതലത്തിൽ കൊണ്ടു നടക്കാൻ തുടങ്ങിയാൽ നമ്മൾ ആ ഒരു ന്യൂറോൺസ് ആ കാര്യത്തെ നമ്മുടെ ലൈഫിൻ്റെ മുഖ്യ പ്രയോറിറ്റി ആക്കിയിട്ട് അങ്ങോട്ട് എടുക്കും. ബാക്കി എല്ലാ കാര്യവും പിന്നെ നമ്മൾക്ക് സെക്കൻഡറി ആയിരിക്കും. ഈ കാര്യം പ്രധാന പ്രയോറിറ്റിയിലേക്ക് വരും. ഈ കാര്യം പ്രധാന പ്രയോറിറ്റിയിലേക്ക് വന്നാൽ നമ്മുടെ ജീവിതം ഈ യൂണിവേഴ്സിലേക്ക് എൻ്റെ ഈ കാര്യത്തിന് വേണ്ടി അനുയോജ്യമായ രീതിയിലേക്ക് ട്യൂണാവും.
നമ്മൾ തെറ്റിദ്ധരിക്കുന്ന പോയിന്റ് എവിടെയെന്ന് വെച്ചാൽ, നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്തിട്ട് യൂണിവേഴ്സിനെ നമുക്കനുസരിച്ച് ട്യൂൺ ചെയ്യുകയാണെന്ന് വിചാരിക്കുന്നുണ്ട്. അത് തെറ്റാണ്. നമ്മുടെ പ്രയോറിറ്റി നമ്മളുടെ ഉള്ളിൽ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് വേണ്ട ആ ഒരു കാര്യത്തിന് അനുസരിച്ച് അത് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ ട്യൂൺ ചെയ്യാൻ തുടങ്ങുന്നതാണ് സത്യം. ഇപ്പം എനിക്ക് മദ്യപിക്കാത്ത, സിഗരറ്റ് വലിക്കാത്ത ആ ടൈപ്പ് ഫ്രണ്ട്സൊക്കെ വേണം എന്നുണ്ടെങ്കിൽ നാച്ചുറലി ഞാൻ ആദ്യം എന്ത് ചെയ്യേണ്ടി വരും? ശീലങ്ങളില്ലാത്തൊരു വ്യക്തി ഞാൻ എന്നെ ട്യൂൺ ചെയ്ത് വെക്കണം. ആ രീതിയിൽ ട്യൂൺ ചെയ്ത് വെക്കുമ്പോൾ ആ ടൈപ്പ് ആൾക്കാരിൽ എന്നിലേക്ക് അട്രാക്റ്റ് ആവും. എനിക്ക് മദ്യപിക്കുന്ന, സിഗരറ്റ് വലിക്കുന്ന ഫ്രണ്ട്സ് വേണമെങ്കിലോ ഞാൻ ആ ഒരു രീതിയിലുള്ള ഒരു വ്യക്തിയാവണം. അത്രയേ ഉള്ളൂ കാര്യം. അതുപോലെ തന്നെ ഈ ഡിസേർവബിലിറ്റിൻ്റെ കാര്യം പറഞ്ഞു, അർഹിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞു. ലൈക്ക് ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ നേടിയെടുക്കുന്ന കാര്യങ്ങൾ, നമ്മൾ പണം നേടിയെടുക്കുക, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ്, അങ്ങനെയുള്ള പല ആഗ്രഹങ്ങളും നമുക്കുണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ നേടിയെടുത്തത് തന്നെ നമ്മൾ ചിന്ത കൊണ്ട് അങ്ങനെ ഒരു മാജിക്കൽ തിങ്കിങ് ആയിട്ട് പെട്ടെന്ന് നേടിയെടുത്താൽ തന്നെ ആ ഒരു കാര്യം ജീവിതത്തിൽ നിലനിൽക്കുക നമ്മൾക്ക് ആ ഒരു ലെവലിലുള്ള ആ ഒരു ഡിസേർവ് ചെയ്യുന്ന വ്യക്തിയായാൽ മാത്രമല്ലേ. അതായത് നമ്മൾ കാണുന്ന ഒരു എപ്പോഴും കാണുന്നൊരു എക്സാമ്പിളാണ്, ഈ സാധാരണ ഒരു വ്യക്തിയായിരിക്കും, എപ്പോഴും പോവർട്ടി മാത്രം അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരിക്കും, പെട്ടെന്ന് ലോട്ടറി അടിക്കും. ആ ഒരു ലോട്ടറി അടിക്കുന്ന സമയത്ത് വലിയ ധനികനാവും. പക്ഷെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, എപ്പോഴും ഒരു സ്റ്റാറ്റിസ്റ്റിക്കിൽ പറയുന്ന ഒരു കാര്യമാണ്, അത് ഒബ്സർവബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇങ്ങനെയുള്ള ആളുകൾ മിക്കവാറും ഒരു ജസ്റ്റ് ഒരു 1 or 2 yearsനുള്ളിൽ വീണ്ടും പോവർട്ടിയിലോട്ട് എത്തും. കാരണം പണം ഹാൻഡിൽ ചെയ്ത ശീലമില്ല, ആ യോഗ്യത അവിടെ ഇല്ല. മീൻസ് മണി ഹാൻഡിൽ ചെയ്യാൻ അറിയില്ല, മൾട്ടിപ്ലൈ ചെയ്യാൻ അറിയില്ല. അപ്പൊ ആ വിദ്യ ഇല്ലാത്ത ആ കൈകളിലേക്ക് ആ പ്രോപ്പർട്ടി വന്നിട്ട് കാര്യമില്ല. ആ വിദ്യ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുപോലെ ഒരു വ്യക്തിയെ വളരെയധികം ആരും കൊതിക്കുന്ന അത്രയും സ്വഭാവ മൂല്യങ്ങളും സൗന്ദര്യവും മറ്റുള്ള ഒരു വ്യക്തിയെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു. ആ വ്യക്തിയെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന ഞാൻ ചിലപ്പോൾ സ്വന്തമാക്കുമായിരിക്കും, ബട്ട് കൊണ്ടുനടക്കാൻ പറ്റില്ല. കാരണം അത് ഒരു ചില്ലുപാത്രത്തെ സൂക്ഷിക്കുന്ന പോലെ ഹാൻഡിൽ ചെയ്യേണ്ട ഒരു ആ വ്യക്തിയെ റഫായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്നിൽ അർഹത ഇല്ലെങ്കിൽ ഞാൻ എന്ത് സ്വന്തമാക്കിയിട്ടും കാര്യമില്ല, നിലനിർത്താൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞ ഇത്രയേ ഉള്ളൂ, നമ്മൾ യൂണിവേഴ്സിന് വേണ്ടി ട്യൂൺ ചെയ്യാണ്. ഉദാഹരണത്തിന് ലോട്ടറിയിൽ നമ്പർ വന്നിട്ടുണ്ടോ, എൻ്റെ നമ്പർ വന്നിട്ടുണ്ടോ എന്ന് അത്തരം കാര്യങ്ങൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി പത്രം എടുത്തു കഴിഞ്ഞാൽ അയാളുടെ കണ്ണ് ആ പേജിലേക്കാണ് പോവുക. ചില ആളുകൾ പത്രം വന്നു കഴിഞ്ഞാൽ ആദ്യം സ്പോർട്സ് പേജിലേക്കാണ് പോവുക. ചില ആളുകൾ രാഷ്ട്രീയ വാർത്തകളാണ് വായിക്കുക, ചില ആളുകൾ ചരമക്കോള വായിക്കുക. അതായത് പത്രം എന്നുള്ളത് ആർക്കും എന്തും നോക്കാനുള്ള ഒരു സ്പേസാണ്. ബട്ട് നമ്മളെ ഏത് രീതിയിൽ ട്യൂൺ ചെയ്തിരിക്കുന്നോ അതായിരിക്കും നമ്മൾ പത്രത്തിൽ നോക്കുക. നമ്മളുടെ കണ്ണിൽ അതാ പെടുള്ളൂ. അതാ രസം. നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയാൽ അങ്ങനെയാണ്. സ്ത്രീകൾ നോക്കുന്നതായിരിക്കില്ല പുരുഷന്മാർ നോക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഒരു ടീനേജർ നോക്കുന്നതായിരിക്കില്ല ഒരു വയസ്സായാൾ നോക്കുന്നുണ്ടാവുക. നമ്മളുടെ ട്യൂണിങ് അനുസരിച്ച് നമുക്ക് വേണ്ടത് ഇങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ കാണും, മറ്റേ ആളത് കണ്ടിട്ടേ ഉണ്ടാവില്ല. ഇതാണ് ട്യൂണിങ് എന്ന് പറയുന്നത്. നമ്മൾ സൂപ്പർ മാർക്കറ്റിനനുസരിച്ച് നമ്മളെ ട്യൂൺ ചെയ്തിട്ടുണ്ട്, നമ്മളെ ട്യൂൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേപോലെ പ്രപഞ്ചത്തിൽ പലതും ഉണ്ട്. നമുക്ക് വേണ്ടതിലേക്ക് നമ്മൾ ട്യൂൺ ചെയ്യുമ്പോൾ നമ്മൾ നാച്ചുറലി അതിലേക്ക് എത്തിപ്പെടും. ഒരു കള്ളു കൂടിയാൻ ലോകത്തിലെവിടെ പോലും ഷാപ്പിലെത്തും. ഇത്രയേ ഉള്ളൂ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ. നമ്മളെ ട്യൂൺ ചെയ്യലാണ് ലോ ഓഫ് അട്രാക്ഷൻ, അല്ലാതെ യൂണിവേഴ്സിനെ ട്യൂൺ ചെയ്യലല്ല. യൂണിവേഴ്സിനെ ട്യൂൺ ചെയ്യാൻ നമ്മൾ ആരുമല്ല. നമ്മൾ യൂണിവേഴ്സ് എന്ന ചങ്ങലയിലെ കണ്ണിയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കണ്ണിക്ക് ഒരിക്കലും ചങ്ങലയെ പോയിട്ട് മാനേജ് ചെയ്യാൻ പറ്റില്ല. ഇതിനൊരു പ്രാക്ടിക്കലായിട്ട് എടുക്കുകയാണെന്ന് വെച്ചാൽ നമ്മൾക്ക് എന്താണോ വേണ്ടത് അത് നാച്ചുറലി ഡിസേർവ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മൾ അങ്ങനെ ആയി മാറുക എന്നുള്ളത്. തീർച്ചയായിട്ടും നമ്മുടെ അർഹത വർദ്ധിപ്പിക്കുക. അപ്പോൾ നാച്ചുറലി ആ ഒരു കാര്യങ്ങൾ നമ്മളിലോട്ട് അട്രാക്ട് ചെയ്യപ്പെടും. അതാണ് ലോ. അപ്പോൾ നമ്മൾ ശരിക്കുള്ള ലോ ഓഫ് അട്രാക്ഷനിലെ നിയമം അവിടെ പൂർത്തീകരിക്കുകയാണ്. അല്ലാതെ നമ്മൾ ജസ്റ്റ് ഇത്രയും മാത്രം ചിന്തിച്ചാൽ മതി. ശരിക്കുള്ള ലോ ഓഫ് അട്രാക്ഷൻ എന്താ ചോദിച്ചാൽ, മുറ്റത്ത് പൂന്തോട്ടം ഉണ്ടാക്കി വെക്കുക, പൂമ്പാറ്റ വരും. പൂമ്പാറ്റ വരാൻ വേണ്ടി വേറൊന്നും ചെയ്യാതിരിക്കും. ബാക്കി എന്ത് ചെയ്താലും അത് ആർട്ടിഫിഷ്യലാണ്. പൂന്തോട്ടം ഉണ്ടാക്കലാണ് നാച്ചുറൽ. അർഹതയാണത്. പൂന്തോട്ടമാണ് അതിൻ്റെ അർഹത. അത് വർദ്ധിപ്പിക്കുക. നമ്മുടെ യോഗ്യത നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാവുന്ന സാധനമാണ്. അവിടെ ഈ നമ്മളിങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ പലരും പറയാവുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു മെറ്റാഫിസിക്കലായിട്ടുള്ള സ്പിരിച്വൽ ആയിട്ടുള്ള കുറച്ചും കൂടി ഇപ്പോൾ സയൻറ്റിഫിക് ആയിട്ടുള്ള വേർഡ്സ് ഒക്കെ യൂസ് ചെയ്ത് പറയാറുണ്ട്. ക്വാണ്ടം തലത്തിലുള്ള രീതിയിലൊക്കെ എക്സ്പ്ലനേഷൻസ് വരാറുണ്ട്. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് എന്ന് വെച്ചാൽ, ഓഫ് കോഴ്സ് നമ്മൾക്കും ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മളിതിനെ പറ്റിയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മളിങ്ങനെ ഇതാണ് ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ
ഞാനും ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവാം. ഞാൻ ജനറലി ചിന്തിക്കുകയെന്ന് വെച്ചാൽ ഓക്കെ, ആ ഒരു പോസിബിലിറ്റി അവിടെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു പോസിബിലിറ്റി ഉണ്ടാവും. ഞാൻ ഒരു രീതിയിൽ എങ്ങനെ തന്നെയാണ് അതിനെ ഡിസ്പ്രൂവ് ചെയ്യുന്ന രീതിയിൽ തന്നെ ചിന്തിക്കാറില്ല. ആ ഒരു പോസിബിലിറ്റി അവിടെ ഉണ്ടായിക്കോട്ടെ. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ഇഗ്നോർ ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്, അതിൽ മാത്രം ചിന്തിച്ചിട്ട് ഇതാണ് റിയാലിറ്റി പറയുമ്പോൾ നമ്മൾ ലൈഫിൽ കുറേ കാര്യങ്ങൾ ഇഗ്നോറൻസിലോട്ട് പോകും. അതിലാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ പല യൂണിവേഴ്സൽ ലോസും നമ്മൾ ഇഗ്നോർ ചെയ്യും. അതുപോലെ നമ്മൾ ജീവിതത്തിൽ ശരിക്കും എടുക്കേണ്ട പല ആക്ഷൻസും റെസ്പോൺസിബിലിറ്റീസും അവോയ്ഡ് ചെയ്തിട്ട് ജസ്റ്റ് വിഷ്വൽ തിങ്കിൽ തന്നെ ആവശ്യമില്ലാത്ത ഡിസൈർസ് ഉണ്ടാക്കും. അതെ. അപ്പോൾ അങ്ങനെ ആ ഒരു പോസിബിലിറ്റിനെ വേണമെങ്കിൽ നമ്മൾക്ക് കുറച്ച് കംഫർട്ടിന് വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ വെക്കാം. ഓക്കെ, നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചാൽ അതേപോലെ റിയാലിറ്റിയിൽ ക്രിയേറ്റ് ആവുമായിരിക്കാം പല തലങ്ങളിൽ. ഒരു മെറ്റാഫിസിക്കലി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള പല രീതിയിലൊരു എഫക്റ്റ് അവിടെ ഉണ്ടാവുമായിരിക്കാം. യെസ്, അതിനെ ഫുള്ളി ഡിനൈ ചെയ്യാമെന്നില്ല. ചിലപ്പോൾ നമ്മൾ ഫൈൻഡ് ചെയ്യാതിരിക്കാം, ചിലപ്പോൾ ഇതൊരു റിയാലിറ്റി തന്നെയാണ്. നമ്മൾ പല കാര്യങ്ങളും മുൻപ് റിയാലിറ്റി അല്ല എന്ന് പറഞ്ഞത് പിന്നീട് നമ്മളൊരു റിയാലിറ്റി ആയിട്ട് നമുക്ക് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ചിലപ്പോൾ അതിനൊരു തലം ഉണ്ടാവാം, പക്ഷെ അതിനെ ഫുള്ളി ഡിനൈ ചെയ്യാതെ മേ ബി ഓക്കെ അതവിടെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും നമ്മൾ അതിന് പൂർണ്ണമായിട്ടും ബ്ലൈൻഡ് ആയിട്ട് അതിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന കുറേ ട്രാപ്പുകളുണ്ട്. അതിനെ പറ്റിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ചെയ്യില്ല. അതുപോലെ തന്നെ നമ്മൾ അതിനെ മാത്രം റിയാലിറ്റി ആയിട്ട് കാണുമ്പോൾ ഡിനൈ ചെയ്യുന്ന മറ്റു കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അങ്ങനെയുള്ള ട്രാപ്പുകൾ ഒന്ന് സംസാരിച്ചിട്ടുണ്ടായി. നമ്മൾ പൊളാരിറ്റി, ഡുവാലിറ്റി, ലൈഫിൽ ഡുവാലിറ്റിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാതെ ജീവിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു ആക്ഷനിലോട്ട് കിടക്കാതെ ജസ്റ്റ് വിഷ്ഫുൾ തിങ്കിങ്ങിൽ മാത്രം ജീവിക്കുന്നു. ലൈഫിൽ വേറെ അതിൻ്റെ നമ്മൾ കിട്ടുന്ന കാര്യമായിട്ട് അതിൻ്റെ കോൺസിക്വൻസ് ആയിട്ട് സംഭവിക്കുന്ന മറ്റു കാര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, അങ്ങനെയുള്ള പല കാര്യങ്ങളും. ഇത് പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വന്നു. അവസാനമായിട്ട് ഞാൻ ഇതുകൂടെ പറയാം. ഒരാൾ ഇതുപോലെ ഒരു ലോ ഓഫ് അട്രാക്ഷൻ്റെ കാര്യം എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ വ്യക്തി എന്നോട് പറഞ്ഞു, നിങ്ങൾ സ്പിരിച്വലി ഹൈ ആയി കഴിഞ്ഞാലേ ഇതൊക്കെ മനസ്സിലാവുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് ചിന്തിച്ചതൊന്നും പിടികിട്ടില്ല. അതൊക്കെ സ്പിരിച്വലി ഹൈ ആയിട്ടുള്ള ഒരാൾക്ക് മാത്രം ആക്റ്റീവ് ആവുന്നൊരു ഏരിയ ആണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചിന്തിച്ചൊരു കാര്യമായിരുന്നേ, സ്പിരിച്വലി ഹൈ ആകുമ്പോഴേക്കും ഇങ്ങനെയൊന്നും ചെയ്യാൻ പോലും തോന്നാത്ത അവസ്ഥയോ, ഒന്നും അട്രാക്റ്റ് ചെയ്യാൻ തോന്നില്ല, ഡിറ്റാച്ച് ആവാനാണ് തോന്നുന്നത്. നാച്ചുറലി അങ്ങനെ ആയിരിക്കും. പക്വത പറഞ്ഞൊരു സാധനം വരെ എന്തൊക്കെ വാരി കൂട്ടിയിട്ട് എന്താ കാര്യം എന്നൊക്കെ ചിന്തിക്കാൻ തുടങ്ങും. സ്പിരിച്വലി ഹൈ ആകുമ്പോൾ പിന്നെ ഇത് ഉപയോഗിക്കാതെ പോകും ആ വ്യക്തി. ബട്ട് ഒരു രസം എന്താ അറിയോ, ഈ സ്പിരിച്വലി ഹൈ ആയിട്ടുള്ള ആരും ഇവിടെ ദാരിദ്ര്യം പിടിച്ച് കിടക്കുന്നുണ്ടാവില്ല, അബണ്ടൻസിലായിരിക്കും. കണ്ടിട്ടുണ്ടോ? ഒന്നും വേണ്ട എന്ന് പറഞ്ഞ ആളുകളായിരിക്കും എല്ലാ സുഖ സൗകര്യങ്ങളും ധാരാളം വണ്ടികളും ധാരാളം കെട്ടിടങ്ങളൊക്കെ ഉള്ള രീതിയിൽ ജീവിക്കുന്നുണ്ടാവുക. ഈ സ്പിരിച്വൽ ഗുരുക്കന്മാരുടെയൊക്കെ അബണ്ടൻസ് ചിന്തിച്ച് നോക്കൂ. എന്നാൽ അവരിരുന്ന് ഇങ്ങനെ എന്തെങ്കിലും അതിന് വേണ്ടിയിട്ട് മായാജാലം കാണിച്ചിട്ടാണോ? അല്ല. അവർ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒന്നും പിന്നാലെ പോകല്ലേ എന്ന് പറഞ്ഞിട്ട് അവർക്ക് മുഴുവൻ വന്നു കഴിഞ്ഞു. ചിന്തിച്ച് നോക്കൂ. അപ്പോൾ അതൊരു വേറൊരു ലെവലാണ്. എന്ന് വെച്ചാൽ ഇത് വേറൊരു സംഭവം. നമ്മൾ നിഴലിനെ പിടിക്കാൻ പോകൽ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നിങ്ങൾ നിഴലിനെ പിടിക്കാൻ ഇങ്ങനെ പോകുമ്പോൾ നിഴൽ പോയിക്കൊണ്ടിരിക്കും. നിഴൽ നിങ്ങളുടെ പിന്നാലെ വരും. എന്ത് ചെയ്യണം? തിരിഞ്ഞു നടന്നാൽ മതി. അപ്പോൾ നിഴൽ നിങ്ങളുടെ പിന്നാലെ വരും. അപ്പം ഇങ്ങനെയൊരു റൂളുണ്ട് ലോകത്തിൽ. അപ്പോൾ നമ്മൾ എനിവേ ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, മറ്റേ ടൈപ്പ് ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസസ് മനുഷ്യൻ്റെ ഡിസയർസിനെ ഇൻക്രീസ് ചെയ്യുന്ന പ്രാക്ടീസസ് ആണ്. ഡിസയർസിനെ ഇൻക്രീസ് ചെയ്യും തോറും മനുഷ്യൻ്റെ ദുഃഖങ്ങൾ കൂടിക്കൊണ്ടിരിക്കും. ഇത് നമ്മൾ കഴിഞ്ഞ തവണ ഡിസ്കഷൻ ചെയ്തതാണ്. അപ്പോൾ ബെറ്റർ എന്താണെന്ന് വെച്ചാൽ യോഗ്യത ഉണ്ടാക്കുക എന്നുള്ളതാണ്. മറ്റൊരു നിഗൂഢ തലങ്ങൾ ഉണ്ടാവുമായിരിക്കാം. നിഗൂഢമാണത്. നിഗൂഢം പറഞ്ഞാൽ നമുക്ക് അറിയാത്തതെന്നാണ് അർത്ഥം. നമുക്കറിയാത്തത് ഇട്ട് വയ്ക്കുക. നമുക്കത് അറിയാൻ പറ്റുന്നൊരു കാലം വരുമ്പോൾ അറിയാം. ഇപ്പം നമുക്കറിയുന്നത് എന്താ? അർഹതയുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. കിട്ടും. ശരിക്കുള്ള ഒരു ലോ, ഡിനൈ ചെയ്യാൻ പറ്റാത്ത ഒരു ലോ ആയിട്ട് അവിടെ സംശയമില്ലല്ലോ. അത് ഉറപ്പുള്ള സാധനമല്ലേ. എന്താ, പൂന്തോട്ടം ഉണ്ടാക്കി കഴിഞ്ഞാൽ പൂമ്പാറ്റ വരും, മറ്റേ കമ്പോസ്റ്റ് ഉണ്ടാക്കിയ കൃമികീടങ്ങൾ വരുന്നുള്ള ഉറപ്പല്ലേ. ഇതുപോലെ അർഹതയെ വർദ്ധിപ്പിക്കുക, അതാണ് നമുക്കിപ്പോൾ ജെന്യൂനായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം. അതിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്താൽ ഈ പറഞ്ഞ പോലെയുള്ള മാനസിക ഭ്രമങ്ങൾ വരുന്നുണ്ട് ആളുകൾക്ക് കൂടുതൽ ഇത്തരം സില്ലി ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസസ് ചെയ്തിട്ട്. അതൊന്ന് കുറയുകയും റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്ത് ജീവിക്കുകയും ചെയ്യും മനുഷ്യൻ. പൊട്ടൻഷ്യൽ പിറ്റ്ഫോളിനെ പറ്റിയിട്ട് ഒന്ന് ചിന്തിക്കുക. ലൈക്ക് അതിൽ പോകുമ്പോൾ നമ്മൾ പെടുന്ന ട്രാപ്പുകൾ എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എഫക്റ്റായിട്ട് നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന മറ്റ് ചില അതിൻ്റെ പിന്നാലെ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അതിനെപ്പറ്റി ചിന്തിക്കുക. നമ്മൾ രണ്ട് പുറവും കാണുമ്പോൾ നമുക്ക് അതിനൊരു കുറച്ചുകൂടി ഹോളിസ്റ്റിക് ആയുള്ള രീതിയിൽ ചിന്തിച്ചിട്ട് ആ ഒരു ലോയിനെയും ഉൾക്കൊണ്ട് മറ്റ് ലോകളുടെ ഒപ്പം അതിനെയും ഉൾക്കൊണ്ട് എങ്ങനെ ജീവിക്കുക എന്നുള്ളൊരു ഹോളിസ്റ്റിക്കൽ വേ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുമെന്നുള്ളത് എനിക്ക് തോന്നുന്നു. വീണ്ടും നമുക്ക് ഒറ്റ പോഡ്കാസ്റ്റിൽ ചർച്ച ചെയ്യാൻ പറ്റുന്ന എല്ലാ യൂണിവേഴ്സിലുള്ള മറ്റെല്ലാ ലോസും
അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഒരു ബെറ്റർ ആയിട്ടുള്ള കാര്യം നമുക്ക് ഈ ഒരു പോഡ്കാസ്റ്റ് ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുന്നതാണ്. ബട്ട് യൂണിവേഴ്സിൻ്റെ മറ്റ് ലോസിനെ പറ്റിയിട്ട് അനിൽ ഭായിയുടെ ലൈഫ് ചേഞ്ചിങ് അഫർമേഷൻ എന്നുള്ള യൂട്യൂബ് ചാനലിൽ ഒരു സീരീസ്, ഒരു പ്ലേലിസ്റ്റ് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓഡിയൻസിന് ആ ഒരു പ്ലേലിസ്റ്റിൽ വാച്ച് ചെയ്തിട്ട് യൂണിവേഴ്സിൻ്റെ മറ്റ് ലോസിനെ പറ്റി ബ്യൂട്ടിഫുള്ളായിട്ട് അനിൽ സാറ് വിവരിക്കുന്നുണ്ട്. അത് കണ്ടു നോക്കാം. നമുക്ക് ഇന്ന് ഇവിടെ ഈ ഒരു എപ്പിസോഡ് നമുക്ക് എൻഡ് ചെയ്യാം. വീണ്ടും ഒരു അടിപൊളി എപ്പിസോഡായിട്ട് വീണ്ടും ഞങ്ങൾ വരും. സ്റ്റേ ട്യൂൺഡ്. ബൈ ഓൾ.